ഫസ്റ്റ് വൺ ഇസ് കോൾ ഓൺ. കോൾ ഓണും കോൾ അറ്റും രണ്ടിനും ഏതാണ്ട് ഒരേ മീനിങ് തന്നെയാണ്. എന്താണ്? വിസിറ്റാണ്. രണ്ടും നമ്മൾ വിസിറ്റിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. സന്ദർശിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോൾ ഓണും കോൾ അറ്റും യൂസ് ചെയ്യുന്നത്. പക്ഷെ ഒരെണ്ണം, അതായത് കോൾ ഓൺ നമ്മൾ യൂസ് ചെയ്യുന്നത് വിസിറ്റ് പേഴ്സൺ ആണ്. കോൾ ഓൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിസിറ്റ് പേഴ്സൺ, ഒരാളെ സന്ദർശിക്കാൻ പോകുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോൾ ഓൺ എന്ന് പറഞ്ഞിട്ട് യൂസ് ചെയ്യുന്നത്. അതേസമയം കോൾ അറ്റ് യൂസ് ചെയ്യുന്നത് വിസിറ്റ് പ്ലേസ് പറയുമ്പോഴാണ്, ഒരു സ്ഥലം സന്ദർശിക്കാൻ പോകുമ്പോഴാണ് നമ്മൾ കോൾ അറ്റ് യൂസ് ചെയ്യുന്നത്. ഇത് രണ്ടും PSCക്ക് ചോദിക്കാറുള്ള ഒരു ഫ്രേസൽ വെർബ്സ് ആണ്. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് ഓർത്ത് വയ്ക്കാം അല്ലെങ്കിൽ ലിങ്ക് ചെയ്യാം എന്നുള്ളത് നോക്കാം. കോൾ ഓൺ കേട്ടോ. അപ്പോൾ രണ്ടും വിസിറ്റ് തന്നെയാണ്. കോൾ ഓൺ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ, അതായത് നമുക്ക് കേട്ടോ, അപ്പോൾ കോൾ ഓൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വിസിറ്റ് എ പേഴ്സൺ, ശരിയല്ലേ? അപ്പോൾ സപ്പോസ് ഞാൻ ഒരാളെ വിസിറ്റ് ചെയ്യാൻ പോവുകയാണെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യം എന്ത് ചെയ്യും? ഞാൻ അവരുടെ വീട്ടിൽ പോയിട്ട് കോളിംഗ് ബെല്ല് ഓൺ ചെയ്യും, ശരിയാണല്ലോ? അപ്പോൾ കോൾ ഓൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വിസിറ്റ് എ പേഴ്സൺ. ഇങ്ങനെ ലിങ്ക് ചെയ്യാമല്ലോ, ക്ലിയർ അല്ലേ? അപ്പോൾ കോൾ ഓൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിസിറ്റ് എ പേഴ്സൺ. അതേപോലെ നെക്സ്റ്റ് വൺ കോൾ അറ്റ്. കോൾ അറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അർത്ഥം? വിസിറ്റ് പ്ലേസ്. നമുക്കറിയാം അറ്റും ഇന്നും ഇങ്ങനെയുള്ള പ്രിപ്പോസിഷൻസ് നമ്മൾ എവിടെ യൂസ് ചെയ്യുന്നത്? പ്ലേസിനെ ഡിനോട്ട് ചെയ്യാനാണ്, ശരിയല്ലേ? അപ്പോൾ അത് തന്നെയാണ് നിങ്ങളിവിടെയും ലിങ്ക് ചെയ്താൽ മതി. കോൾ അറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിസിറ്റ് പ്ലേസ്. അപ്പോൾ കോൾ ഓൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിസിറ്റ് എന്താണ്? കോൾ ഓൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിസിറ്റ് പേഴ്സൺ. എങ്ങനെ ലിങ്ക് ചെയ്യാൻ പറ്റും? കോളിംഗ് ബെൽ ഓൺ ചെയ്തു, എന്നിട്ടൊരു പേഴ്സണെ നമ്മൾ വിസിറ്റ് ചെയ്തു. ക്ലിയർ ആണല്ലോ? തേർഡ് വൺ നോക്കാം. കോൾ അപ്പ്. കോൾ അപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീകളക്ട് ചെയ്യുക കേട്ടോ. റീകളക്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ പഠിച്ചതെല്ലാം റീകളക്ട് ചെയ്തു, അതായത് പഠിച്ചൊക്കെ ഒന്നും കൂടി അങ്ങ് ഓർത്തെടുക്കാൻ ശ്രമിക്കുക. ഇതല്ലേ റീകളക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ കോൾ അപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ടു റീകളക്ട്. എങ്ങനെ ലിങ്ക് ചെയ്യാൻ പറ്റും? അപ്പ് എന്നുള്ള വേർഡ് മാത്രം നിങ്ങളൊന്ന് ആലോചിക്കുക കേട്ടോ. നമ്മൾ എന്തെങ്കിലും ചിന്തിക്കുമ്പോഴൊക്കെ ആയിരിക്കില്ലേ നമ്മൾ അപ്പിലേക്ക് നോക്കുന്നേ, അതായത് മുകളിലേക്ക് നോക്കുന്നേ. അപ്പോൾ കോൾ അപ്പ്, അതായത് നമ്മൾ എന്തെങ്കിലും ആലോചിക്കണ സമയത്ത് ഇങ്ങനെ ആലോചിക്കില്ലേ, അതായത് റീകളക്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ കോൾ അപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? റീകളക്ട്, അല്ലെങ്കിൽ ഓർത്തെടുക്കുക. നമ്മൾ എന്തെങ്കിലും ആലോചിക്കുമ്പോഴായിരിക്കും നമ്മൾ മുകളിലേക്ക് നോക്കുന്നത്. അങ്ങനെ ഒന്ന് ലിങ്ക് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ കോൾ അപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? റീകളക്ട്. നെക്സ്റ്റ് വൺ കോൾ ഓഫ്. കോൾ ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാൻസൽ സംതിങ് എന്നാണ് കോൾ ഓഫിൻ്റെ മീനിങ്. കോൾ ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാൻസൽ സംതിങ്. അപ്പോൾ ഇതിൽ നമുക്ക് ലിങ്ക് ചെയ്യാനുള്ള വേർഡ് ഇതിനകത്ത് തന്നെയുണ്ട്. എന്താണ്? ഓഫ്. ഓഫ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാൻസൽ ചെയ്യുക, അതേ മീനിങ് തന്നെ കേട്ടോ. അപ്പോൾ കോൾ ഓഫ് മീൻസ് ക്യാൻസൽ സംതിങ്, എന്തെങ്കിലും ക്യാൻസൽ ചെയ്യാൻ പറയുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോൾ ഓഫ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഇസ് കോൾ ഓവർ. കോൾ ഓവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീഡിങ് എ ലിസ്റ്റ് ഓഫ് നെയിംസ്. എന്താണ്? കോൾ ഓവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീഡിങ് എ ലിസ്റ്റ് ഓഫ് നെയിംസ് കേട്ടോ. എങ്ങനെ അസോസിയേറ്റ് ചെയ്യാൻ പറ്റും? അതായത് നമ്മുടെ ഫോൺ വിളിക്കുന്നത് അത് തന്നെ നമുക്ക് എടുക്കാം കേട്ടോ. ഫോൺ വിളി അല്ലെങ്കിൽ കോള് ഓവറാണെന്ന് വിചാരിക്കുക. നമ്മൾ കുറേ ആൾക്കാരെ ഓവറായിട്ട് ഫോൺ വിളിക്കുക എന്ന് വിചാരിക്കുക. അപ്പോൾ എന്ത് ചെയ്യും? നല്ല ബില്ല് വന്നിട്ടുണ്ടാവും. അപ്പോൾ സാധാരണ ആൾക്കാർ എന്ത് ചെയ്യും? ഡീറ്റെയിൽ ബില്ല് എടുക്കും, ശരിയല്ലേ? എന്നിട്ട് ആരൊക്കെ ഉണ്ട്, അതിനകത്ത് ആരുടെയൊക്കെ നെയിംസ് ഉണ്ടെന്നുള്ളത് സെർച്ച് ചെയ്യും. അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് ആലോചിക്കാൻ വേണ്ടി പറയുന്നത് കോൾ ഓവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീഡിങ് എ ലിസ്റ്റ് ഓഫ് നെയിംസ് കേട്ടോ. ഒരുപാട് നെയിംസ് വായിക്കാം. നെക്സ്റ്റ് വൺ നോക്കാം. കോൾ ഫോർത്ത്. കോൾ ഫോർത്ത്. കോൾ ഫോർത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ഇവോക്ക് എന്നുള്ളതാണ് അർത്ഥം. കോൾ ഫോർത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ഇവോക്ക് എന്നുള്ളതാണ് അർത്ഥം. ഇവോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അർത്ഥം? പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളൊരു മീനിങ് കൂടിയുണ്ട് കേട്ടോ. അപ്പോൾ കോൾ ഫോർത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അർത്ഥം? പ്രോത്സാഹിപ്പിക്കുക അല്ലെങ്കിൽ ടു ഇവോക്ക്. എങ്ങനെ നമുക്ക് അസോസിയേറ്റ് ചെയ്യാൻ പറ്റും? അതായത് കോൾ ഫോർത്താണ്. നമുക്കറിയാം എന്തെങ്കിലും കോമ്പറ്റീഷനൊക്കെ നടക്കുന്ന സമയത്ത് ഫസ്റ്റ് പ്രൈസ്, സെക്കൻഡ് പ്രൈസ്, തേർഡ് പ്രൈസ് ഒക്കെ ഉണ്ടാവും. ഫോർത്ത് പ്രൈസ് ഉണ്ടോ? ഇല്ല. അപ്പോൾ ഫോർത്ത് പ്രൈസ് നമ്മളൊരു പ്രോത്സാഹന സമ്മാനം എന്ന് വിചാരിക്കുക. അങ്ങനെ ലിങ്ക് ചെയ്യാലോ. അപ്പോൾ കോൾ ഫോർത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പ്രോത്സാഹിപ്പിക്കുക അല്ലെങ്കിൽ ടു ഇവോക്ക്. ക്ലിയർ ആണോ? നെക്സ്റ്റ് വൺ നോക്കാം. കോൾ ഫോർ. കോൾ ഫോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിമാൻഡ് എന്നുള്ളതാണ് മീനിങ് കേട്ടോ. കോൾ ഫോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിമാൻഡ്. കോൾ ഫോർ ആലോചിക്കാൻ വേണ്ടിയിട്ട് എന്താ കോൾ ഫോറിൻ്റെ മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിമാൻഡാണ്. അപ്പോൾ ഞാനിവിടെ ഒരു ക്രിക്കറ്റ് കളിയാണ് ഇതിനെ ലിങ്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ഫോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ FOR അല്ല, FOUR ആണ്. ഫോർ അടിക്കുക, ആ ഒരു മീനിങ് ആണ് ഞാനിവിടെ പറയാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഒരു ബാറ്റ്സ്മാൻ 4 അടിച്ചു എന്ന് വിചാരിക്കുക.
സപ്പോസ് അതിനകത്തൊരു കൺഫ്യൂഷൻ ഉണ്ട്, അമ്പയർ പറയാണ് 4 ആണെന്ന് വിളിച്ച് പറയാണ്, അതാണ് കോൾ ഫോർ. മനസ്സിലാവുന്നുണ്ടോ? അമ്പയർ കോൾ ഫോർ എന്ന് ഉദ്ദേശിക്കുന്നത് 4 കോൾ ചെയ്തു എന്നുള്ള മീനിങ്ങിൽ. അങ്ങനെയാണെങ്കിൽ ബാറ്റ്സ്മാന് നല്ല ഡിമാൻഡ് ആയിരിക്കുമല്ലോ. ആണ്. അപ്പോൾ അത് തന്നെ നിങ്ങളിവിടെ അസോസിയേറ്റ് ചെയ്ത് നോക്കുക. കോൾ ഫോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഡിമാൻഡ്. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പോൾ ഇതെല്ലാം ജസ്റ്റ് ഓർക്കാൻ വേണ്ടിയിട്ടുള്ള കോഡ്സുകൾ മാത്രമാണ്. നിങ്ങൾക്ക് ഒരു എക്സാം വരുന്ന സമയത്ത് എങ്ങനെയെങ്കിലും അത് മെമ്മറിയിൽ നിൽക്കാൻ വേണ്ടി മാത്രം പറയുന്ന കുറച്ച് കോഡ്സുകളാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ചത് 7 എണ്ണം പഠിച്ചു കോളിൻ്റെ. ഒന്ന് കോൾ ഓൺ. കോൾ ഓൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ആളെ വിസിറ്റ് ചെയ്യാൻ വേണ്ടി പോണ സമയത്ത് ആദ്യം തന്നെ കോളിംഗ് ബെല്ല് ഓൺ ചെയ്യും. എന്തിനാണ്? ടു വിസിറ്റ് എ പേഴ്സൺ. അത്രേ ഉള്ളൂ. നെക്സ്റ്റ് വൺ ഇസ് കോൾ അറ്റ്. അറ്റ് ഇന്നൊക്കെ നമ്മൾ യൂസ് ചെയ്യണത് എപ്പോഴാണ്? പ്ലേസിന് മുമ്പിലാണ്. അപ്പോൾ ഇവിടെയും വിസിറ്റ് എ പ്ലേസ്. തേർഡ് വൺ കോൾ അപ്പ്. കോൾ അപ്പ് പറയുമ്പോൾ നമ്മൾ എന്താ ശ്രദ്ധിക്കേണ്ടത്? നമ്മുടെ കണ്ണുകൾ മുകളിലേക്ക് പോയി, നമ്മളിങ്ങനെ റീകളക്ട് ചെയ്യാണ്, കണ്ണ് മുകളിലേക്ക് പോയി, അതായത് അപ്പ്. അപ്പോൾ നമ്മൾ റീകളക്ട് ചെയ്യാണ്. അപ്പോൾ അത് തന്നെയാണ് കോൾ അപ്പിൻ്റെ മീനിങ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ വേർഡ്സ് ഒന്നും ബൈ ഹാർട്ട് പഠിക്കേണ്ട, ഇതിൻ്റെ മീനിങ് മനസ്സിലാക്കി വെച്ചാൽ മതി. അതായത് എക്സാമിന് ചോദിക്കുന്നത് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് പോലെ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മീനിങ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതാണോ കറക്റ്റ് യൂസ് ചെയ്യേണ്ടതെന്നുള്ളത് പറയാൻ പറ്റും. കോൾ ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാൻസൽ ചെയ്യുക കേട്ടോ. ഓഫ് ക്യാൻസൽ. അപ്പോൾ കോൾ ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാൻസൽ സംതിങ്. കോൾ ഓവർ. കോൾ ഓവറായി, ഇനി എന്ത് ചെയ്യണം? ഒരു ഡീറ്റെയിൽ ബില്ലൊക്കെ എടുത്തിട്ട് പേരുകൾ വായിക്കണം. അത് തന്നെ. അതായത് കോൾ ഓവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീഡിങ് എ ലിസ്റ്റ് ഓഫ് നെയിംസ്. സിക്സ്ത് വൺ കോൾ ഫോർത്ത്. ഫോർത്താണ്, ഫോർത്ത് പ്രൈസാണ്, അതിന് പ്രോത്സാഹിപ്പിക്കുക, അതായത് ടു ഇവോക്ക്. സെവൻത് വൺ ഇസ് കോൾ ഫോർ. 4 കോൾ ചെയ്യുക അല്ലെങ്കിൽ കോൾ 4 എപ്പോഴാണ്? അതായത് അമ്പയർ 4 വിളിച്ചു കഴിഞ്ഞാൽ ആ ബാറ്റ്സ്മാന് നല്ല ഡിമാൻഡാണ് കേട്ടല്ലോ. അപ്പോൾ കോൾ 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിമാൻഡ്. അപ്പോൾ ഇതെല്ലാതും നിങ്ങൾക്ക് ഓർത്ത് വയ്ക്കാൻ പറ്റുമല്ലോ. നെക്സ്റ്റ് നമുക്ക് ലുക്ക് വെച്ചിട്ടുള്ള കുറച്ച് ഫ്രേസൽ വേർബ്സ് ഡിസ്കസ് ചെയ്യാം. ലുക്ക് ഡൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുച്ഛിക്കുക എന്നുള്ളൊരു മീനിങ് ആണ്. എന്താണ് ലുക്ക് ഡൗൺ? പുച്ഛിക്കുക എന്നുള്ള മീനിങ് ആണ്. എങ്ങനെ നമുക്ക് അസോസിയേറ്റ് ചെയ്യാൻ പറ്റും? ലുക്ക് ഡൗൺ, താഴെ നോക്കി നടക്കുക അല്ലേ. ഇപ്പം നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് റോട്ടിൽ കൂടെ നടന്നു പോകുന്ന സമയത്ത് ഓപ്പോസിറ്റ് വരുന്ന ആൾ താഴെ നോക്കിയാണ് നടക്കണമെങ്കിൽ ഒരു പുച്ഛ ഫീലിംഗ് അല്ലേ വരുന്നത്. അങ്ങനെ ഒന്ന് ലിങ്ക് ചെയ്തോളൂ. അപ്പോൾ ലുക്ക് ഡൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലുക്ക് ഡൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അർത്ഥം? പുച്ഛിക്കുക. അതൊന്ന് ലിങ്ക് ചെയ്യുക. നെക്സ്റ്റ് വൺ ഇസ് ലുക്ക് ഫോർ. ലുക്ക് ഫോർ സംതിങ്. ലുക്ക് ഫോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അർത്ഥം? സെർച്ച് ചെയ്യുക. അത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ഫ്രേസൽ വേർബ് ആയിരിക്കും. ലുക്ക് ഫോർ സംതിങ്, അതായത് സെർച്ച് ചെയ്യുക. ക്ലിയർ ആണല്ലോ. അപ്പോൾ ലുക്ക് ഡൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുച്ഛിക്കുക, ലുക്ക് ഫോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെർച്ച് ഫോർ സംതിങ്. നെക്സ്റ്റ് വൺ നോക്കാം. ലുക്ക് അപ്പ്. ലുക്ക് അപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെർച്ച് ഇൻ എ ഡിക്ഷണറി. എന്താണ് ലുക്ക് അപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? സെർച്ച് ഇൻ എ ഡിക്ഷണറി. എങ്ങനെ ലിങ്ക് ചെയ്യാൻ പറ്റും? സാധാരണ നമ്മളിപ്പോൾ എങ്ങനെയാണ് ഓരോരോ കാര്യങ്ങൾ സെർച്ച് ചെയ്യുന്നത്? എന്തെങ്കിലും ഒരു കാര്യം അറിയണമെങ്കിൽ നമ്മൾ എവിടെയായിരിക്കും സെർച്ച് ചെയ്യുന്നത്? ഗൂഗിളിലൊക്കെ ആയിരിക്കും അല്ലേ. ഡിക്ഷണറി ആരെങ്കിലും ഇപ്പോൾ എടുക്കാറുണ്ടോ? എനിക്കറിയില്ല. അപ്പോൾ മിക്കവരും ചെയ്യുന്നത് ഈ ഡിക്ഷണറി എടുത്തിട്ട് ഏതെങ്കിലും ഒരു അലമാരിയുടെ ഒക്കെ മുകളിൽ കയറ്റി വയ്ക്കും കേട്ടോ. പിന്നെ ആ ഡിക്ഷണറി എടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം? യു ഹാവ് ടു ലുക്ക് അപ്പ്. അപ്പോൾ അങ്ങനെ ഒന്ന് ലിങ്ക് ചെയ്തോളൂ. അപ്പോൾ ലുക്ക് അപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു സെർച്ച് സംതിങ് ഇൻ എ ഡിക്ഷണറി. ക്ലിയർ ആവുന്നുണ്ടോ? ലുക്ക് അപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെർച്ച് ഇൻ എ ഡിക്ഷണറി. ലുക്ക് ഫോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ടു സെർച്ച്. രണ്ടും മാറിപ്പോരുത് കേട്ടോ. ലുക്ക് ഫോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെർച്ച് ആണ്. ലുക്ക് അപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെർച്ച് ഇൻ എ ഡിക്ഷണറി. അടുത്ത് നോക്കാം. ലുക്ക് ഇൻ ടു. ലുക്ക് ഇൻ ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു എക്സാമിൻ. എക്സാമിൻ ചെയ്യുക, വിശകലനം ചെയ്യുക. ഇതൊക്കെയല്ലേ എക്സാമിൻ്റെ മീനിങ്. അപ്പോൾ അല്ലെങ്കിൽ ടു ഇൻവെസ്റ്റിഗേറ്റ്, ഈ ഒരു മീനിങ്സ് ഒക്കെ വരും കേട്ടോ. അപ്പോൾ ലുക്ക് ഇൻ ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു എക്സാമിൻ അല്ലെങ്കിൽ ടു ഇൻവെസ്റ്റിഗേറ്റ്. എങ്ങനെ ലിങ്ക് ചെയ്യാൻ പറ്റും? ഇവിടെ ഞാൻ എക്സാമാണ് എടുക്കുന്നത്. എക്സാമിന് നമുക്ക് സാധാരണ എന്ത് പറ്റും? കുറേ ഇൻ ടു ഒക്കെ, അതായത് കുറേ റോങ് ഒക്കെ കിട്ടാറുണ്ട്. അപ്പോൾ ലുക്ക് ഇൻ ടു, അതായത് ഇൻ ടു മാർക്ക് എവിടെയാണ് കിട്ടുന്നത്? എക്സാമിന്, അതായത് എക്സാമിൻ കേട്ടോ. അപ്പോൾ ലുക്ക് ഇൻ ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സാമിന് നമുക്ക് അങ്ങനെ ഒന്ന് ലിങ്ക് ചെയ്യാൻ പറ്റും. ക്ലിയർ ആവുന്നുണ്ടല്ലോ. അപ്പോൾ ലുക്ക് ഇൻ ടു മീൻസ് എക്സാമിൻ അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേറ്റ്. അടുത്തത് ലുക്ക് ആഫ്റ്റർ. ലുക്ക് ആഫ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അർത്ഥം? ടേക്ക് കെയർ ഓഫ് എന്നുള്ള മീനിങ് ആണ് അല്ലേ. അതായത് സംരക്ഷിക്കുക. ലുക്ക് ആഫ്റ്റർ നമ്മൾ പറയില്ലേ, ലുക്ക് ആഫ്റ്റർ യുവർ ചിൽഡ്രൻ അല്ലെങ്കിൽ ലുക്ക് ആഫ്റ്റർ യുവർ സെൽഫ്, ലുക്ക് ആഫ്റ്റർ യുവർ ബിലോങ്ങിങ്സ് എന്നൊക്കെ നമ്മൾ പറയും. അതായത് സംരക്ഷിക്കുക എന്നുള്ളൊരു മീനിങ് ആണ് ലുക്ക് ആഫ്റ്റർ എന്ന് പറയുന്നത്. ഇതെല്ലാവർക്കും ഏതാണ്ട് അറിയാമെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ ലുക്ക് ആഫ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടേക്ക് കെയർ ഓഫ് അല്ലെങ്കിൽ സംരക്ഷിക്കുക. ലാസ്റ്റ് വൺ നോക്കാം. ലുക്ക് ഫോർവേഡ് ടു. ലുക്ക് ഫോർവേഡ് ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പെക്ട് വിത്ത് പ്ലഷർ.
ലുക്ക് ഫോർവേഡ് ടു എന്ന് പറയുമ്പോൾ നമ്മൾ മുന്നോട്ട് നോക്കുക, ആ ഒരു മീനിങ് ആണ് പറയുന്നത്. അപ്പോൾ എല്ലാം നല്ല നല്ല കാര്യങ്ങളായിരിക്കും നമുക്ക് വരാൻ പോകുന്നത്. ആ ഒരു മീനിങ്ങിൽ നിങ്ങൾ നോക്കുക. അപ്പോൾ ലുക്ക് ഫോർവേഡ് ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പെക്റ്റ് വിത്ത് പ്ലഷർ, അതായത് സന്തോഷമുള്ള കാര്യങ്ങൾ, അങ്ങനെ ഒരു മീനിങ് എടുക്കാം. ശുഭാപ്തി വിശ്വാസം, അതായത് ലുക്ക് ഫോർവേഡ് ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പെക്റ്റ് വിത്ത് പ്ലഷർ, ഈ ഒരു മീനിങ് നമുക്കിവിടെ എടുക്കാം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്ന കുറച്ച് ഫ്രേസൽ വെർബ്സ് ആണ് കേട്ടോ. ഫ്രേസൽ വെർബ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേരിൽ തന്നെയുണ്ട്, വെർബ് അല്ലേ, വെർബ്സ് ആണ്, ചെറിയ ചെറിയ വെർബ്സ് ആണ്. അതിൻ്റെ ഒപ്പം തന്നെ പ്രിപ്പോസിഷൻസോ അല്ലെങ്കിൽ ആഡ്വർബ്സ് കൂടെ ഉണ്ടാവും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബ്രിങ് ഓൺ, അതേപോലെ തന്നെ ബ്രിങ് അപ്പ്, അതായത് ബ്രിങ് എന്ന് പറയുന്ന ഒരു വെർബാണ്, അതിൻ്റെ ഒപ്പം അപ്പ് അല്ലെങ്കിൽ ഓൺ ഇതുപോലത്തെ പ്രിപ്പോസിഷൻസും കൂടി ഉണ്ടാവും. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബ്രിങ് വെച്ചിട്ടും അതേപോലെ തന്നെ ബ്രേക്ക് വെച്ചിട്ടുള്ള ഫ്രേസൽ വെർബ്സ് ആണ്. അപ്പോൾ ബ്രേക്ക് ഇൻ ടു അല്ലെങ്കിൽ ബ്രേക്ക് ഓൺ ഇങ്ങനെയുള്ള ഫ്രേസൽ വെർബ്സ് എല്ലാം പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് ചിലപ്പോൾ ലാസ്റ്റ് ഒരു കൺഫ്യൂഷനൊക്കെ വരും. അപ്പോൾ അതൊക്കെ എങ്ങനെ ഒഴിവാക്കാം, എങ്ങനെയെല്ലാം ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാം, അതുപോലെ തന്നെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ എങ്ങനെയെല്ലാം ഓർത്തെടുക്കാം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവരും ക്ലാസ് മുഴുവനും കണ്ടു നോക്കുക. ആദ്യം തന്നെ നമുക്ക് ബ്രേക്ക് വെച്ചിട്ടുള്ള ഫ്രേസൽ വെർബ്സ് പഠിക്കാം കേട്ടോ. ബ്രേക്ക് വെച്ചിട്ട് അതിലെ ഫസ്റ്റ് വൺ ബ്രേക്ക് ഇൻ ടു. ബ്രേക്ക് ഇൻ ടു എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടു എൻറ്റർ ഫോഴ്സ്ഫുള്ളി. ടു എൻറ്റർ ഫോഴ്സ്ഫുള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിക്രമിച്ച് കയറുക, അതിനെയാണ് നമ്മൾ എൻറ്റർ ഫോഴ്സ്ഫുള്ളി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ബ്രേക്ക് ഇൻ ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻറ്റർ ഫോഴ്സ്ഫുള്ളി, അതിക്രമിച്ച് കയറുക. ഇനി നമുക്കിത് എങ്ങനെ ഓർത്തെടുക്കാൻ പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ബ്രേക്ക് എന്ന് പറഞ്ഞാൽ എന്താ, പൊട്ടിക്കുക. ഇൻ ടു എന്ന് പറഞ്ഞാൽ എന്താ, അകത്തേക്ക് അല്ലേ, അതായത് പൊട്ടിച്ച് അകത്തേക്ക് കയറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് നല്ല ഫോഴ്സ് കൊടുക്കണ്ട. നല്ല ഫോഴ്സ് കൊടുത്താലല്ലേ നമുക്ക് എന്തെങ്കിലും ഒരു സാധനം, ഇപ്പോൾ ഒരു വീടാണെങ്കിൽ അത് പൊട്ടിച്ച് അകത്ത് കയറണമെങ്കിൽ നല്ല ഫോഴ്സ് കൊടുക്കണം അല്ലേ. അപ്പോൾ അത് തന്നെയാണ് അവിടുത്തെ ഒരു മീനിങ് വരുന്നത്. ബ്രേക്ക് ഇൻ ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, എൻറ്റർ ഫോഴ്സ്ഫുള്ളി. ഒരു സെൻറ്റൻസ് ഞാൻ പറയാം. ദ തീഫ് ബ്രോക്ക് ഇൻ ടു ദി ഹൗസ്. ദ തീഫ് ബ്രോക്ക് ഇൻ ടു ദി ഹൗസ്. അപ്പോൾ ബ്രേക്കിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് ബ്രോക്ക്, അപ്പോൾ അതും വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. ഓക്കെ, ദ തീഫ് ബ്രോക്ക് ഇൻ ടു ദി ഹൗസിൻ്റെ അർത്ഥം എന്താ, കള്ളൻ വീട്ടിലേക്ക് അതിക്രമിച്ച് കയറി. അടുത്ത് നോക്കാം ബ്രേക്ക് ഡൗൺ. എന്താ ബ്രേക്ക് ഡൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോപ്പ് ഫങ്ഷനിങ് അല്ലേ, നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള ഒരു ഫ്രേസൽ വെർബ് തന്നെയാണ് ബ്രേക്ക് ഡൗൺ. ബസ് ബ്രേക്ക് ഡൗൺ ആയി എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, അതായത് അതിൻ്റെ പ്രവർത്തനം അവിടെ വെച്ച് നിന്നു എന്നുള്ളൊരു അർത്ഥമാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ബ്രേക്ക് ഡൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോപ്പ് ഫങ്ഷനിങ്. ഇനി അടുത്ത് നമുക്ക് നോക്കാം ബ്രേക്ക് ത്രൂ ആണ്. ബ്രേക്ക് ത്രൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ചീവ്മെന്റ് എന്നുള്ളൊരു മീനിങ് ആണ് കേട്ടോ. അതായത് എന്തെങ്കിലും നമ്മൾ അച്ചീവ് ചെയ്യുക, ആ ഒരു മീനിങ് ആണ് ബ്രേക്ക് ത്രൂ. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സുരാജ് വെഞ്ഞാറുമൂടിന് ആൻഡ്രോയിഡ് കുഞ്ഞപ്പനിൽ അഭിനയിച്ചുകൊണ്ട് അവൻ്റെ കാരിയറിൽ തന്നെ ഒരു ബ്രേക്ക് ത്രൂ വന്നു എന്നുള്ള രീതിയിൽ നമുക്ക് ആലോചിക്കാം അല്ലെ. ബ്രേക്ക് ത്രൂ അതായത് ഒരു അച്ചീവ്മെന്റ് കിട്ടി എന്നുള്ള രീതിയിൽ നമുക്ക് ആലോചിക്കാം. അടുത്ത് നോക്കാം ബ്രേക്ക് ഔട്ട് ആണ്. ബ്രേക്ക് ഔട്ടിൻ്റെ മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാർട്ട് സഡൻലി എന്നുള്ളൊരു മീനിങ് ആണ്, അതായത് പെട്ടെന്ന് തുടങ്ങുക എന്നുള്ളൊരു മീനിങ് ആണ് ബ്രേക്ക് ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഞാനൊരു സെൻറ്റൻസ് പറയാം. അതായത് ഇപ്പോൾ റിവോൾട്ട് ഓഫ് 1857 ബ്രോക്ക് ഔട്ട് ഇൻ മീററ്റ്. ബ്രേക്കിൻ്റെ പാസ്റ്റ് ടെൻസ് അല്ലേ, അപ്പോൾ ബ്രോക്ക് ഔട്ട് ഇൻ മീററ്റ്. അപ്പോൾ അതിൻ്റെ അർത്ഥം മനസ്സിലായില്ലേ, പെട്ടെന്ന് തന്നെ റിവോൾട്ട് സ്റ്റാർട്ട് ചെയ്തു, ആ ഒരു മീനിങ് ആണ് ബ്രേക്ക് ഔട്ടിൻ്റെ വരുന്നത്. അപ്പോൾ എന്താ അതിൻ്റെ അർത്ഥം, സ്റ്റാർട്ട് സഡൻലി എന്നുള്ള ഒരു മീനിങ് ആണ് ബ്രേക്ക് ഔട്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം. ബ്രേക്ക് ഔട്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾ ബ്രേക്ക് കഴിഞ്ഞിട്ട് നമ്മൾ പുറത്ത് പോയെന്ന് വിചാരിക്കുക. നമ്മുടെ ലഞ്ച് ബ്രേക്ക് ഒക്കെ ഇല്ലേ, ലഞ്ച് ബ്രേക്ക് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഔട്ട് പുറത്ത് പോയെന്ന് വിചാരിക്കുക. അത് കഴിഞ്ഞിട്ട് എന്താ പറ്റുന്നത്, പെട്ടെന്ന് ക്ലാസ് അങ്ങ് സ്റ്റാർട്ട് ചെയ്യും അല്ലേ. അപ്പോൾ സ്റ്റാർട്ട് സഡൻലി അങ്ങനെയുമായിട്ട് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം, ഓർക്കാൻ വേണ്ടി മാത്രം കേട്ടോ. അല്ലാത്ത മീനിങ് എന്താ, ബ്രേക്ക് ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാർട്ട് സഡൻലി. അടുത്ത് നോക്കാം ബ്രേക്ക് എവേ ആണ്. ബ്രേക്ക് എവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ്കേപ്പ് എന്നുള്ള മീനിങ് ആണ് ബ്രേക്ക് എവേ. അപ്പോൾ ആ വാക്ക് തന്നെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയേ, അതായത് നമ്മുടെ ഫ്രേസൽ വെർബ് ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയേ. ബ്രേക്ക് ചെയ്തിട്ട് എന്തെങ്കിലും ഒരു സാധനം ബ്രേക്ക് ചെയ്യുക അല്ലെങ്കിൽ നശിപ്പിക്കുക, എന്നിട്ട് എവേ പോവുക, എവിടെയെങ്കിലും ദൂരെ പോവുക. എന്തെങ്കിലും ഒരു സാധനം ബ്രേക്ക് ചെയ്തിട്ട് ദൂരെ പോവുക, അതിൻ്റെ അർത്ഥം എന്താ, എസ്കേപ്പ് ചെയ്തു എന്നുള്ളൊരു മീനിങ് ആണ് അല്ലേ. അപ്പോൾ ബ്രേക്ക് എവേ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം, എസ്കേപ്പ് എന്നുള്ള മീനിങ് ആണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ദ പ്രിസണർ ബ്രോക്ക് എവേ ഫ്രം ഹിസ് ഗാർഡ്സ്. പ്രിസണർ എന്താ പറഞ്ഞാൽ എസ്കേപ്പ് ചെയ്തു, ഗാർഡ്സുകളിൽ നിന്ന് എസ്കേപ്പ് ചെയ്തു എന്നുള്ളൊരു മീനിങ് ആണ് ദ പ്രിസണർ ബ്രോക്ക് എവേ ഫ്രം ഗാർഡ്സ്. ലാസ്റ്റ് വൺ നോക്കാം ബ്രേക്കപ്പ് ആണ്. ബ്രേക്കപ്പ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, കം ടു ആൻ എൻഡ് ആണ്, അതിൻ്റെ ഒക്കെ ഒരു അവസാനം എന്നുള്ളൊരു രീതിയാണ് ബ്രേക്ക് അപ്പിൻ്റെ അർത്ഥം. പറയുകയാണെങ്കിൽ മാരേജ് ഹാസ് ബ്രോക്കൺ അപ്പ്, അല്ലെങ്കിൽ സെലിബ്രിറ്റീസ് ബ്രേക്കപ്പ് ചെയ്തു, അങ്ങനെ പല എക്സാമ്പിൾസും ഇല്ലേ. അപ്പോൾ അതൊക്കെയാണ് ബ്രേക്കപ്പിൻ്റെ അർത്ഥമായിട്ട് വരുന്നത്. എന്താണ് ബ്രേക്കപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കം ടു ആൻ എൻഡ്. അപ്പോൾ നമ്മൾ ഈ പഠിച്ചിട്ടുള്ള നമുക്ക് ഒന്നും കൂടി ഓർത്തെടുക്കാം. ബ്രേക്ക് ഇൻ ടു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം, ബ്രേക്ക് ചെയ്തിട്ട് ഇൻ ടു അകത്തേക്ക് കയറുക. അതിൻ്റെ അർത്ഥം എന്താ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ബ്രേക്ക് ചെയ്തിട്ട് അകത്തേക്ക് കയറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻറ്റർ ബൈ ഫോഴ്സ്. ഓർക്കാൻ പറ്റുന്നുണ്ടല്ലോ. അടുത്ത് നോക്കാം ബ്രേക്ക് ഡൗൺ. ബ്രേക്ക് ഡൗൺ എന്ന് പറഞ്ഞാൽ എന്താ, സ്റ്റോപ്പ് ഫങ്ഷനിങ്, ഫങ്ഷൻ ചെയ്യുന്നില്ല, അതാണ് ബ്രേക്ക് ഡൗണിൻ്റെ അർത്ഥം. ബ്രേക്ക് ത്രൂ
ത്രൂ ആണ്. ബ്രേക്ക് ത്രൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അച്ചീവ്മെൻ്റ് ആണ്, ഒരാളുടെ ലൈഫിൽ കിട്ടിയിട്ടുള്ള ഒരു അച്ചീവ്മെൻ്റാണ് നമ്മൾ എന്ത് പറയുന്നത്, ബ്രേക്ക് ത്രൂ. ത്രൂ കാണുമ്പോൾ തന്നെ ത്രൂ ഔട്ട് യുവർ ലൈഫ്, അപ്പോൾ ഒരു അച്ചീവ്മെൻ്റ് ആണ് കേട്ടോ. ബ്രേക്ക് ഔട്ട് എന്താ, സ്റ്റാർട്ട് സഡൻലി. നമ്മൾ ബ്രേക്കിന് പുറത്തു പോയി കളിച്ചു, പിന്നെ പെട്ടെന്ന് തന്നെ നമ്മുടെ ക്ലാസ് അങ്ങ് സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ബ്രേക്ക് ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, സ്റ്റാർട്ട് സഡൻലി. ബ്രേക്ക് എവേ എന്തായിരുന്നു, നമ്മൾ എന്തെങ്കിലും ഒരു സാധനം ബ്രേക്ക് ചെയ്തിട്ട് പുറത്ത് ദൂരെ പോയി അല്ലേ, അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ, എസ്കേപ്പ് ആവുക. അപ്പോൾ ബ്രേക്ക് എവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ്കേപ്പ് ആണ്. അപ്പോൾ നമ്മൾ ബ്രേക്ക് വെച്ചിട്ടുള്ള ഫ്രേസൽ വെർബ്സ് പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ബ്രിങ് വെച്ചിട്ടുള്ള ഫ്രേസൽ വെർബ്സ് ആണ്. എളുപ്പമാണ് കേട്ടോ, നമുക്ക് ഇതുപോലെ തന്നെ കണക്ട് ചെയ്തൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ഫ്രേസൽ വെർബ്സും എല്ലാം നമുക്ക് എളുപ്പത്തിൽ തന്നെ പഠിച്ചെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ബ്രിങ് വെച്ചിട്ടുള്ള ഫ്രേസൽ വെർബ്സ് നോക്കാം. ഫസ്റ്റ് വൺ നോക്കാം, ബ്രിങ് ഇൻ ആണ്. ബ്രിങ് ഇന്നിൻ്റെ മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻട്രൊഡ്യൂസ് ആണ്. എന്താണ് ബ്രിങ് ഇൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇൻട്രൊഡ്യൂസ് ആണ്. അതിൻ്റെ മീനിങ് തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ബ്രിങ് എന്ന് പറഞ്ഞാൽ എന്താ, കൊണ്ടുവരാ അല്ലേ. എങ്ങോട്ടാണ് കൊണ്ടുവരണ്ടേ, ഇന്ന്, അകത്തേക്ക് കൊണ്ടുവരാം. എന്തിനകത്തേക്ക് കൊണ്ടുവരുന്നത്, ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി. ഇപ്പോൾ എന്തെങ്കിലും ഒരു പരിപാടിക്ക് നമ്മൾ ഒരാളെ അകത്തേക്ക് കൊണ്ടുവരാണെന്ന് വിചാരിച്ചോ, അപ്പോൾ അതെന്തിനാണ് നമ്മൾ അകത്തേക്ക് കൊണ്ടുവരുന്നത്, എല്ലാവർക്കും ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി അല്ലേ. അപ്പോൾ ബ്രിങ് ഇന്നിൻ്റെ മീനിങ് എന്താണ്, ഇൻട്രൊഡ്യൂസ് ആണ്. അടുത്ത് നോക്കാം, ബ്രിങ് ഓഫ് ആണ്. ബ്രിങ് ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്കംപ്ലിഷ് അല്ലെങ്കിൽ ടു അച്ചീവ് സംതിങ് സക്സസ്ഫുള്ളി. അതായത് എന്തെങ്കിലും നമ്മൾ സക്സസ്ഫുൾ ആയിട്ട് അച്ചീവ് ചെയ്യുക, അതിനെയാണ് നമ്മൾ പറയുന്നത് ബ്രിങ് ഓഫ് എന്ന് പറയുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം. അതായത് ഈ ഓഫ് എന്ന് പറയുമ്പോൾ നമ്മുടെ ജോലിയിൽ ഓഫൊക്കെ കിട്ടാറില്ലേ, അതേപോലെ നമുക്ക് ഓഫ് ഒന്ന് ആലോചിക്കാം കേട്ടോ. അങ്ങനെ ഒരു ഓഫ് നമുക്ക് കിട്ടുകയാണെങ്കിൽ, അതായത് ബ്രിങ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക, നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു കാര്യം അച്ചീവ് ചെയ്യാൻ ശ്രമിക്കും അല്ലേ, സക്സസ്ഫുൾ ആയിട്ട് അച്ചീവ് ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ അത് തന്നെയാണ് ബ്രിങ് ഓഫിൻ്റെ മീനിങ്, ടു അച്ചീവ് സംതിങ് സക്സസ്ഫുള്ളി അല്ലെങ്കിൽ അക്കംപ്ലിഷ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഹീ ബ്രോട്ട് ഓഫ് ആൻ എക്സലൻറ്റ് ക്യാച്ച് ആൻഡ് ഇന്ത്യ won the match. ക്ലിയർ ആയല്ലോ. അടുത്ത് നോക്കാം, ബ്രിങ് ബാക്ക് ആണ്. ബ്രിങ് ബാക്ക് എന്ന് പറഞ്ഞാൽ എന്താ, തിരിച്ചു കൊണ്ടുവരിക അല്ലേ, ബ്രിങ് ബാക്ക്. ബ്രിങ് ബാക്ക് മൈ ബുക്ക് എന്ന് പറഞ്ഞാൽ എന്താ, പ്ലീസ് റിട്ടേൺ മൈ ബുക്ക് എന്നുള്ളൊരു മീനിങ് ആണ്. അപ്പോൾ ബ്രിങ് ബാക്ക് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം, റിട്ടേൺ, തിരിച്ചു കൊണ്ടുവരിക, അതായത് റിട്ടേൺ ചെയ്യുക. ഓക്കെ, അതാണ് ബ്രിങ് ബാക്കിൻ്റെ അർത്ഥം. ബ്രിങ് ഡൗൺ ആണെങ്കിലോ, ബ്രിങ് ഡൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഡ്യൂസ് ചെയ്യുക. ഡൗൺ എന്ന് പറഞ്ഞാൽ എന്താ, താഴെ അല്ലെങ്കിൽ താഴത്തേക്ക് അല്ലേ. അപ്പോൾ ബ്രിങ് ഡൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അർത്ഥം, റെഡ്യൂസ് ചെയ്യുക. അപ്പോൾ കുറയ്ക്കുക എന്നുള്ളൊരു മീനിങ് ആണ് ബ്രിങ് ഡൗൺ. അടുത്ത് നമുക്ക് നോക്കാം, ബ്രിങ് ഫോർത്ത് ആണ്. ബ്രിങ് ഫോർത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഡ്യൂസ് എന്നുള്ളൊരു മീനിങ് ആണ്. എന്താണ് ബ്രിങ് ഫോർത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളൊരു മീനിങ് ആണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം. അതായത് ബ്രിങ് ഫോർത്ത് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഫോർത്ത് എന്ന് പറയുമ്പോൾ നിങ്ങൾ 4 ആലോചിക്കുക കേട്ടോ. 4ാമത്തെ ഒരാളെ ബ്രിങ് ചെയ്യുക, അതായത് 4ാമത്തെ ഒരു കുട്ടീനെ എന്ന് വിചാരിച്ചോളൂ. 4ാമത്തെ ഒരു കുട്ടീനെ ബ്രിങ് ചെയ്യുക, കൊണ്ടുവരിക എന്നുള്ളൊരു രീതിയിൽ. അതായത് ഇപ്പോൾ ഒരു ഫാമിലിയിൽ 3 കുട്ടികളാണ് ഉള്ളതെങ്കിൽ 4ാമത്തെ ഒരു കുട്ടീനെ കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ എന്താ, പ്രൊഡ്യൂസ് ചെയ്യുക അല്ലേ. അപ്പോൾ ബ്രിങ് ഫോർത്ത് എന്ന് പറയുമ്പോൾ എന്താണ് അതിൻ്റെ അർത്ഥം, പ്രൊഡ്യൂസ് ആണ്. അടുത്ത് നോക്കാം, ബ്രിങ് ഓൺ ആണ്. ബ്രിങ് ഓൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ടുവരിക, അതാണ് ബ്രിങ് ഓണിൻ്റെ അർത്ഥം കേട്ടോ. എന്താണ്, കൊണ്ടുവരിക. അപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, വെൻ ദ മൺസൂൺ കംസ് ഇറ്റ് ബ്രിങ്സ് ഓൺ ഡിസീസസ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം, മൺസൂൺ വന്നു കഴിയുമ്പോൾ ഒരുപാട് അസുഖങ്ങൾ വരും എന്നുള്ള രീതിയിൽ അല്ലേ. അതായത് ബ്രിങ് ഓൺ എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം, കൊണ്ടുവരിക എന്നുള്ളൊരു മീനിങ് ആണ് ബ്രിങ് ഓൺ. അടുത്ത് നോക്കാം, ബ്രിങ് ഔട്ട് ആണ്. ബ്രിങ് ഔട്ട് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം, ഒന്ന് ആലോചിച്ച് നോക്കിയേ. ബ്രിങ് ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തേക്ക്, ഔട്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ പുറത്തേക്ക് അല്ലേ. പുറത്തേക്ക് ബ്രിങ്, അതായത് കൊണ്ടുവരിക. പുറത്തേക്ക് കൊണ്ടുവരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ ഇപ്പോൾ കുറേ ഐഡിയാസ് ഒക്കെ ഉണ്ടെന്ന് വിചാരിച്ചോ, അതെല്ലാം പുറത്തേക്ക് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ ഒരു ബുക്കിൻ്റെ രൂപത്തിൽ അതൊന്ന് പബ്ലിഷ് ചെയ്യുക. ബ്രിങ് ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പബ്ലിഷ് ആണ് കേട്ടോ. ബ്രിങ് ഔട്ട് എന്താണ്, പബ്ലിഷ്. അടുത്ത് നോക്കാം, ബ്രിങ് ഓവർ ആണ്. ബ്രിങ് ഓവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺവേർട്ട് എന്നുള്ള മീനിങ് ആണ്. എന്താണ് ബ്രിങ് ഓവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കൺവേർട്ട്. എങ്ങനെ ആലോചിക്കാൻ പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ചു. അതായത് ഒരു സാധനം, എന്തെങ്കിലും ഒരു വസ്തു, ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു കട്ടിൽ ഞാൻ കൊണ്ടുവന്നു, വീട്ടിലേക്ക് കൊണ്ടുവന്നു, ബ്രിങ് ആണ് കേട്ടോ, കൊണ്ടുവന്നു. അത് ഭയങ്കര ഓവറായിരുന്നു, അതായത് വലിയൊരു കട്ടിലായിരുന്നു എന്നുള്ള രീതിയിൽ ആലോചിക്കുക. ഓക്കെ, മനസ്സിലാവുന്നുണ്ടല്ലോ, ബ്രിങ് ഓവറാണ്. അപ്പോൾ ഓവറായിട്ടുള്ള ഒരു കട്ടിൽ ഞാൻ ബ്രിങ് ചെയ്തു, വീട്ടിലേക്ക് കൊണ്ടുവന്നു എന്നുള്ള രീതിയിൽ ആലോചിക്കുക. അങ്ങനെ കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ എന്തായാലും അതിൻ്റെ സൈസൊക്കെ കുറച്ച് കുറയ്ക്കേണ്ടി വരും. വലിയ സൈസ് എന്നല്ല ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ കൺവേർട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ ബ്രിങ് ഓവറിൻ്റെ മീനിങ് എന്താണ്, കൺവേർട്ടാണ്. കണക്ട് ചെയ്യാൻ പറ്റുന്നില്ലേ? അപ്പോൾ ബ്രിങ് ഓവർ എന്ന് പറയുമ്പോൾ ഓവറായിട്ടുള്ള ഏതോ ഒരു വസ്തു ഞാൻ ബ്രിങ് ചെയ്തു, അപ്പോൾ അതനുസരിച്ച് എനിക്ക് അതിൻ്റെ മെഷർമെൻറ്റ്സ് കൺവേർട്ട് ചെയ്യേണ്ടി വരും എന്നുള്ള രീതിയിൽ നമുക്കൊന്ന് ആലോചിച്ച് വയ്ക്കാം. അടുത്ത് നോക്കാം, ബ്രിങ് ത്രൂ ആണ്. ബ്രിങ് ത്രൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സേവ് എന്നാണ് മീനിങ് വരുന്നത്. എന്താണ് ബ്രിങ് ത്രൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സേവ് എന്നുള്ള മീനിങ് ആണ്, രക്ഷപ്പെടുത്തുക അല്ലെങ്കിൽ സേവ് ചെയ്യുക എന്നുള്ളൊരു മീനിങ് ആണ് ബ്രിങ് ത്രൂ. അപ്പോൾ ഭയങ്കര എളുപ്പമാണ് കേട്ടോ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ബ്രിങ് ത്രൂ എന്ന് പറയുമ്പോൾ
ത്രൂവിൻ്റെ മീനിങ് എന്താ? ഇടയിൽ കൂടി എന്നുള്ളൊരു മീനിങ് ഒക്കെ അല്ലേ. അപ്പോൾ ഒരാളെ നമ്മൾ ഭയങ്കര ഒരു ഡേഞ്ചർ ഒക്കെ ഉണ്ടെന്ന് വിചാരിച്ചോ, ആ ഡേഞ്ചറിൻ്റെ ഒക്കെ, അതായത് ഇപ്പോൾ ഒരു തീപിടുത്തോ അങ്ങനെ എന്തെങ്കിലും, അതിൻ്റെയൊക്കെ ഇടയിൽ കൂടി നമ്മളങ്ങ് കൊണ്ടുവരികയാണ്, നമ്മൾ ബ്രിങ് ചെയ്യാണ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ അയാളെ സേവ് ചെയ്യാണ്. അങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ബ്രിങ് ത്രൂ. അപ്പോൾ ത്രൂ അതായത് ഇടയിൽ കൂടെ നമ്മൾ ഒരാളെ ബ്രിങ് ചെയ്യാണ്, അതായത് കൊണ്ടുവരികയാണ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ അയാളെ സേവ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ ബ്രിങ് ത്രൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അർത്ഥം? സേവ്. ഇത് നോക്കാം, ബ്രിങ് അണ്ടർ ആണ്. ബ്രിങ് അണ്ടർ എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ എന്താ? നമ്മുടെ അടിയിൽ എന്നുള്ളൊരു മീനിങ് ആണ് അല്ലേ. അപ്പോൾ ബ്രിങ് അണ്ടർ എന്ന് പറഞ്ഞാൽ നമ്മുടെ കീഴിൽ കൊണ്ടുവരിക, അതായത് ഡിഫീറ്റ് ചെയ്യുക എന്നുള്ളൊരു മീനിങ് ആണ് ബ്രിങ് അണ്ടർ. അടുത്ത് നോക്കാം, ബ്രിങ് അപ്പ് ആണ്. ബ്രിങ് അപ്പ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? റേസ്, അല്ലെങ്കിൽ ബ്രിങ് അപ്പ് എന്ന് പറഞ്ഞാൽ മുകളിലേക്ക് കൊണ്ടുവരിക, അതായത് ഉയർത്തി കൊണ്ടുവരിക അല്ലെങ്കിൽ റേസ് ചെയ്യുക എന്നുള്ളൊരു മീനിങ് ആണ് ബ്രിങ് അപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിൻ്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ദേ ഹാവ് 3 daughters ടു ബ്രിങ് അപ്പ് എന്ന് പറഞ്ഞാൽ അവർക്ക് 3 പെൺകുട്ടികൾ ഉണ്ടായിരുന്നു, വളർത്തിക്കൊണ്ടുവരാൻ എന്നുള്ളൊരു മീനിങ് ആണ് കേട്ടോ. അപ്പോൾ ബ്രിങ് അപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അർത്ഥം? റേസ് ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ബ്രിങ് വെച്ചിട്ട് പഠിക്കാനുള്ളത്, ബ്രിങ് വെച്ചിട്ടുള്ള ഫ്രേസൽ വെർബ്സിൽ പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതെല്ലാം റീകളക്ട് ചെയ്യാം, നിങ്ങൾക്കും കൂടെ ആലോചിക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കുക കേട്ടോ. ഫസ്റ്റ് വൺ എന്തായിരുന്നു നമ്മൾ പഠിച്ചത്? ബ്രിങ് ഇൻ ആയിരുന്നു, അതായത് ബ്രിങ് അകത്തേക്ക് കൊണ്ടുവരിക, ബ്രിങ് ഇൻ എന്തിനായിരുന്നു? ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ അല്ലേ. അപ്പോൾ ബ്രിങ് ഇൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻട്രൊഡ്യൂസ് ആണ്. പിന്നെ എന്തായിരുന്നു? ബ്രിങ് ഓഫ് ആണ്. ഒരു ഓഫ് നമുക്കൊരു ഓഫ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക? അക്കംപ്ലിഷ് ചെയ്യും, നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ നമ്മൾ പൂർത്തീകരിക്കും. ബ്രിങ് ഔട്ട് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നമ്മുടെ മനസ്സിലുള്ളതെല്ലാം നമ്മൾ പുറത്ത് കൊണ്ടുവരാണ്, അതായത് ഒരു ബുക്കിന്റെ ഫോമിൽ നമ്മളെല്ലാം പുറത്ത് കൊണ്ടുവരാണ്. ദാറ്റ് മീൻസ് പബ്ലിഷ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ബ്രിങ് ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പബ്ലിഷ്. ബ്രിങ് ഓവർ എന്തായിരുന്നു? നമ്മൾ എന്തോ ഒരു സാധനം, ഓവർ ആയിട്ടുള്ള ഒരു സാധനം ബ്രിങ് ചെയ്തു, അതായത് വീട്ടിലേക്ക് കൊണ്ടുവന്നു, പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ കൺവേർട്ട് ചെയ്യണം. ബ്രിങ് ത്രൂ എന്തായിരുന്നു? സേവ് അല്ലേ. എങ്ങനെ നമ്മൾ കണക്ട് ചെയ്തേ? ബ്രിങ് ത്രൂ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ ആരെയോ എന്താ പറയണ്ടേ, ഒരു ഡേഞ്ചറിന് ഇടയിൽ കൂടെ നമ്മൾ ബ്രിങ് ചെയ്യുക, അതായത് രക്ഷപ്പെടുത്തി കൊണ്ടുവരിക എന്നുള്ളൊരു മീനിങ് ആണ്, അതായത് സേവ് ആണ്. ബ്രിങ് അണ്ടർ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഡിഫീറ്റ് ചെയ്യുക എന്നുള്ളൊരു മീനിങ് ആണ് ബ്രിങ് അണ്ടർ. ബ്രിങ് അപ്പ് എന്തായിരുന്നു? റേസ് എന്നുള്ളൊരു മീനിങ് ആണ് ബ്രിങ് അപ്പ്. ബ്രിങ് ബാക്ക് എന്താ? തിരിച്ചു കൊണ്ടുവരിക അല്ലേ, അതായത് റിട്ടേൺ എന്നുള്ളൊരു മീനിങ് ആണ് ബ്രിങ് ബാക്ക്. ബ്രിങ് ഡൗൺ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഡൗൺ, അതായത് താഴത്തേക്ക് കൊണ്ടുവരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഡ്യൂസ് ചെയ്യുക എന്നുള്ളൊരു മീനിങ് ആണ് ബ്രിങ് ഡൗൺ. ബ്രിങ് ഫോർത്ത് എന്തായിരുന്നു? നാലാമത്തെ ഒരാളെ കൊണ്ടുവരിക എന്നുള്ളൊരു രീതിയിൽ നമുക്ക് ആലോചിക്കാം. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? പ്രൊഡ്യൂസ് ചെയ്യുക. അപ്പോൾ ബ്രിങ് ഫോർത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഡ്യൂസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. എല്ലാവർക്കും പുട്ടിൻ്റെ മീനിങ് എല്ലാവർക്കും അറിയായിരിക്കും, ശരിയല്ലേ? പക്ഷേ പുട്ട് ഇൻ, പുട്ട് അപ്പ്, പുട്ട് ഓൺ അങ്ങനെയൊക്കെ വരുമ്പോഴായിരിക്കും നമുക്ക് ആകെ ഒരു കൺഫ്യൂഷൻ വരുന്നത്. അപ്പോൾ അതെല്ലാം നമുക്കിന്ന് ക്ലിയർ ചെയ്യാം വിത്ത് കോഡ്സ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് വൺ ഇസ് പുട്ട് ഇൻ. പുട്ട് ഇന്നിൻ്റെ മീനിങ് അപ്പോയിൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഇൻസേർട്ട് ചെയ്യുക, നിയമിക്കുക കേട്ടോ. ഇതൊക്കെയാണ് പുട്ട് ഇന്നിൻ്റെ മീനിങ്. എന്തൊക്കെയാണ്? അപ്പോയിൻറ്റ് ചെയ്യുക, നിയമിക്കുക അല്ലെങ്കിൽ ഇൻസേർട്ട് ചെയ്യുക. ഇനി അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സെൻറ്റൻസ് നമുക്ക് ആദ്യം നോക്കാം കേട്ടോ. Put in the money before dialing the phone. ഫോൺ ഡയൽ ചെയ്യണേക്കാളും മുമ്പ് മണി അതിനകത്തോട്ട് ഇൻസേർട്ട് ചെയ്യുക. ഇതാണ് ഇതിൻ്റെ മീനിങ് വരുന്നത്. പുട്ട് ഇൻ അതായത് ഇൻസേർട്ട് ചെയ്യുക. ഇതെങ്ങനെ ഓർക്കാൻ പറ്റും? പുട്ട് ഇൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നതിൻ്റെ മെജോറിറ്റി നമ്മൾ പുട്ട് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേട്ടോ, അതായത് മലയാളത്തിലെ പുട്ട്. അപ്പോൾ അതെങ്ങനെ ഓർക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുട്ട് ഇൻ അതായത് പുട്ട് കുറ്റീനകത്ത് പുട്ട്, അതായത് പുട്ടിൻ്റെ പൊടി അകത്തേക്ക് ഇടുക, അതായത് ഇൻസേർട്ട് ചെയ്യുക. ക്ലിയർ ആയല്ലോ? അപ്പോൾ പുട്ട് എന്ന് പറയുന്നത് എന്താണ്? ഇൻസേർട്ട് ചെയ്യുക. പുട്ട് കുറ്റീനകത്ത് പുട്ടിൻ്റെ പൊടി ഇൻസേർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ അങ്ങനെ നമുക്കതൊന്ന് ഓർക്കാൻ വേണ്ടിയിട്ടുള്ള കോഡാണ്. കാരണം എല്ലാതും പുട്ട് വെച്ച് വന്നു കഴിയുമ്പോഴേക്കും നമുക്ക് ആകെ ഒരു കൺഫ്യൂഷനാണ്, അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ പുട്ട് ഇൻ ദ മണി ബിഫോർ ഡയലിംഗ് ദി ഫോൺ, അത് ക്ലിയർ ആയല്ലോ. നെക്സ്റ്റ് വൺ പുട്ട് അപ്പാണ്. പുട്ട് അപ്പ് എന്ന് പറയണത് റേസ് അല്ലെങ്കിൽ നിർമ്മിക്കുക കേട്ടോ, അതായത് ഉണ്ടാക്കുക, നിർമ്മിക്കുക, ഇതൊക്കെയാണ് പുട്ടപ്പിൻ്റെ മീനിങ്. ഇനി അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സെൻറ്റൻസ് നമുക്ക് നോക്കാം. എ ഹൗസ് ഇസ് ബീയിങ് പുട്ടപ്പ് ഓൺ ദി ബാരൻ ലാൻഡ്. അതായത് ഒരു വീട് നിർമ്മിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, ഇതല്ല എൻ്റെ മീനിങ്. ഒരു ലാൻഡിനകത്ത് ഒരു വീട് നിർമ്മിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പുട്ടപ്പിൻ്റെ മീനിങ് എന്താണ്? റേസ് അല്ലെങ്കിൽ നിർമ്മിക്കുക. ക്ലിയർ ആണല്ലോ? എങ്ങനെ ഓർക്കാൻ പറ്റും? നമ്മുടെ പുട്ട് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ഇതും കണക്ട് ചെയ്യാൻ പോകുന്നത്. പുട്ട് അപ്പ് അതായത് പുട്ടൂറ്റിനകത്ത് നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. പുട്ട് അപ്പാണ്, മുകളിലാണ് കേട്ടോ. അപ്പോൾ പുട്ടപ്പ് എന്ന് പറയുന്നത് റേസ് ചെയ്യുക അല്ലെങ്കിൽ നിർമ്മിക്കുക. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇത് രണ്ടും പഠിച്ചല്ലോ. പുട്ട് ഇൻ എന്ന് പറഞ്ഞാൽ അകത്തേക്ക്, അതായത് ഇൻസേർട്ട്. പുട്ട് അപ്പ് എന്ന് പറയുകയാണെങ്കിൽ നിർമ്മിക്കുക. ഓക്കെ, അത്രയും ക്ലിയർ അല്ലേ? തേർഡ് വൺ നോക്കാം. പുട്ട് ഡൗൺ. പുട്ട് ഡൗൺ എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? സപ്രസ് ചെയ്യുക, അതായത് അടിച്ചമർത്തുക. ഇതാണ് പുട്ട് ഡൗണിൻ്റെ മീനിങ്. പുട്ട് ഡൗൺ എന്ന് പറയുകയാണെങ്കിൽ അടിച്ചമർത്തുക അല്ലെങ്കിൽ സപ്രസ് ചെയ്യുക. ഇനി ഇതിനെ ബേസ് ചെയ്തുള്ള സെൻറ്റൻസ് നമുക്ക് നോക്കാം. പോലീസ്
പുട്ട് ഡൗൺ ദി റെബല്യൻ ഇൻ ജമ്മു ആൻഡ് കാശ്മീർ. പോലീസ് അടിച്ചമർത്തി, അതായത് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, അപ്പോൾ പോലീസ് അതിനെ അടിച്ചമർത്തി എന്നുള്ളൊരു മീനിങ് ആണ് പറയുന്നത്. അപ്പോൾ പുട്ട് ഡൗൺ എന്ന് പറയുകയാണെങ്കിൽ എന്താണ് മീനിങ്? സപ്രസ്. ഇനി വീണ്ടും നമുക്ക് ഇതിനെ ലിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കോഡ് ഞാൻ പറഞ്ഞുതരാം. പുട്ട് ഉണ്ടാക്കുന്ന സമയത്ത് ഏറ്റവും അടിയിലത്തെ പുട്ടിൻ്റെ പൊടി, ആ പുട്ടിൻ്റെ പൊടി എങ്ങനെയായിരിക്കും? എല്ലാം കൂടി അതിൻ്റെ മുകളിലുള്ള ആൾക്കാർ മുഴുവനും കൂടിയിട്ട് ഇതിനെ അടിച്ചമർത്തും. ശരിയല്ലേ? ഫോർത്ത് വൺ നോക്കാം. പുട്ട് ഫോർത്ത്. ഇതെല്ലാവർക്കും ചിലപ്പോൾ ഫെമിലിയർ ആയിട്ടുള്ള ഒരു ഫ്രേസൽ വേർബ് ആയിരിക്കും. പുട്ട് ഫോർത്ത് എന്താണ് അതിൻ്റെ മീനിങ്? പ്രൊഡ്യൂസ് അല്ലെങ്കിൽ ഓഫർ എ പ്ലാൻ. അതായത് ഒരു പുതിയ പ്ലാൻ ഉണ്ടാക്കുക, ഒരു പുതിയ ഐഡിയ ഉണ്ടാക്കുക, അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുക. ഇതിനൊക്കെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പുട്ട് ഫോർത്ത് എന്ന് പറയുന്നത്. അപ്പം സയൻറ്റിസ്റ്റ് ഹാസ് പുട്ട് ഫോർത്ത് എ ന്യൂ തിയറി എന്ന് പറയണത് സയൻറ്റിസ്റ്റ് ഒരു പുതിയ ഐഡിയ അല്ലെങ്കിൽ ഒരു പുതിയ പ്ലാൻ ഇതെല്ലാം ഫോർവേഡ് ചെയ്തു. ഒരു തിയറീനെ കുറിച്ചിട്ടുള്ള ഒരു പുതിയ പ്ലാൻ ഫോർവേഡ് ചെയ്തു. ഇതാണ് ഇതിൻ്റെ മീനിങ് വരുന്നത്. അപ്പോൾ പുട്ട് ഫോർത്ത് എന്ന് പറയണത് പ്രൊഡ്യൂസ് അല്ലെങ്കിൽ ഓഫർ എ പ്ലാൻ. ക്ലിയർ ആണല്ലോ? ഫിഫ്ത്ത് വൺ നോക്കാം. പുട്ട് ഔട്ട്. പുട്ട് ഔട്ട് എന്ന് പറയണത് എക്സ്റ്റിങ്ക്യൂഷ് അല്ലെങ്കിൽ കെടുത്തുക. കേട്ടോ, കെടുത്തുക. അതിന് തന്നെയാണ് നമ്മൾ പറയണത് എന്ത്? എക്സ്റ്റിങ്ക്യൂഷൻ എന്ന് പറയുന്നത്. അതിനെ ബേസ് ചെയ്തിട്ടുള്ള സെൻറ്റൻസ് നോക്കാം. പ്ലീസ് പുട്ട് ഔട്ട് ദി ഫയർ. ആ ഫയർ ഒന്ന് കെടുത്തുക. ഇതാണ് അതിൻ്റെ മീനിങ് വരുന്നത്. അപ്പോൾ പുട്ട് ഔട്ട് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കെടുത്തുക. ഇനി ഇതെങ്ങനെ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുട്ട് ഔട്ട്, അതായത് പുട്ട് കുറ്റിയിൽ നിന്ന് എടുത്ത് മാറ്റി, എടുത്തു കഴിഞ്ഞു. കേട്ടോ, ഔട്ടാണ്, പുട്ട് ഔട്ടാണ്. അപ്പോൾ കുറ്റിയിൽ നിന്ന് എടുത്ത് മാറ്റി. അപ്പോൾ എന്ത് ചെയ്യണം? തീ കെടുത്തണം. കേട്ടോ, അതായത് ഫയർ കെടുത്തുക, എക്സ്റ്റിങ്ക്യൂഷ് കെടുത്തുക. കേട്ടോ, അതായത് പ്ലീസ് പുട്ട് ഔട്ട് ദി ഫയർ. ഇതാണ് പുട്ട് ഔട്ടിൻ്റെ അർത്ഥം. പുട്ട് ഔട്ട് എന്ന് പറയുകയാണെങ്കിൽ എന്താണ്? എക്സ്റ്റിങ്ക്യൂഷ് എന്നുള്ളതാണ് മീനിങ്. അപ്പോൾ ഈ അഞ്ചെണ്ണം ഞാൻ ഒന്നും കൂടി ഒന്ന് പറയാം. പുട്ട് ഇൻ. പുട്ട് ഇൻ എന്ന് പറയണത് എന്താണ്? ഇൻസേർട്ട് ചെയ്യുക. കേട്ടോ, പുട്ട് അകത്തേക്ക് ഇൻസേർട്ട് ചെയ്യുക. നെക്സ്റ്റ് വൺ പുട്ട് അപ്പ്. പുട്ട് അപ്പ് എന്ന് പറയണത് റേസ് ചെയ്യുക അല്ലെങ്കിൽ നിർമ്മിക്കുക അല്ലേ? അപ്പോൾ അതാണ് പുട്ട് അപ്പ് എന്ന് പറയുന്നത്. പുട്ട് ഡൗൺ. പുട്ട് ഡൗൺ എന്ന് പറയുന്നത് എന്താ അർത്ഥം? എല്ലാതും കൂടി താഴത്തെ ലെയറിനെ അങ്ങ് സപ്രസ് ചെയ്യും. അപ്പോൾ പുട്ട് ഡൗൺ എന്ന് പറയുന്നത് സപ്രസ് എന്നാണ് അർത്ഥം. പുട്ട് ഫോർത്ത് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഓഫർ എ ന്യൂ പ്ലാൻ, ഒരു ന്യൂ ഐഡിയ അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുക. ഇതൊക്കെയാണ് പുട്ട് ഫോർത്തിൻ്റെ മീനിങ് വരുന്നത്. ഫിഫ്ത്ത് വൺ എന്താണ്? പുട്ട് ഔട്ട്. പുട്ട് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞു, ഇനി എന്ത് ചെയ്യണം? തീ കെടുത്തണം, അതായത് എക്സ്റ്റിങ്ക്യൂഷ് ചെയ്യണം. അപ്പോൾ പുട്ട് ഔട്ട് വരെ നമ്മൾ പഠിച്ചു, 5 എണ്ണം നമ്മൾ പഠിച്ചു. കേട്ടോ, ഇനി ആറാമത്തെ നോക്കാം. സിക്സ്ത് വൺ പുട്ട് ബൈ. പുട്ട് ബൈ എന്ന് പറയുന്നത് ടു സേവ് ആൻ എമൗണ്ട്, അതായത് ഒരു എമൗണ്ട് സേവ് ചെയ്യുക. അങ്ങനെയുള്ളതിനൊക്കെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പുട്ട് ബൈ എന്ന് പറയുന്നത്. നമുക്കൊരു സെൻറ്റൻസ് നോക്കാം. ഐ ഹാവ് മണി പുട്ട് ബൈ ഫോർ ആൻ എമർജൻസി. അതായത് ഞാൻ കുറച്ച് പൈസ മാറ്റി വെച്ചിട്ടുണ്ട്, ഒരു എമർജൻസിക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പൈസ മാറ്റി വെച്ചിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ മീനിങ് വരുന്നത്. അപ്പോൾ നമുക്കറിയാം ഈ കൊറോണ കാലഘട്ടത്തിലൊക്കെ ഫുഡ് സ്കെയർസിറ്റി വരാനുള്ള നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് ഓർക്കാൻ വേണ്ടി പറയുന്ന ഒരു കോഡാണ് കേട്ടോ. ഫുഡ് സ്കെയർസിറ്റി വരാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? പുട്ട് ബൈ. ബൈ എന്ന് പറഞ്ഞാൽ BUY ആണ് ഉദ്ദേശിച്ചത്. കേട്ടോ, പുട്ട് വാങ്ങിക്കുക. പുട്ട് വാങ്ങിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അത് സേവ് ചെയ്യണം, സേവ് ചെയ്ത് വെക്കണം. ഓക്കെ, അപ്പോൾ അത് ഓർക്കാനുള്ളൊരു കോഡാണ് പുട്ട് ബൈ എന്ന് പറയുമ്പോൾ. ടു സേവ് ആൻ എമൗണ്ട്, ഒരു എമൗണ്ട് സേവ് ചെയ്യുക. ഇതിനെയാണ് നമ്മൾ പുട്ട് ബൈ എന്ന് പറഞ്ഞിട്ട് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ പുട്ട് ബൈ എന്ന് പറയുന്നത് എന്താണ്? ടു സേവ് ആൻ എമൗണ്ട്. അതേപോലെ തന്നെ അതിൻ്റെ മീനിങ്, അതിൻ്റെ സെൻറ്റൻസ് എന്താണ്? ഐ ഹാവ് മണി പുട്ട് ബൈ ഫോർ ആൻ എമർജൻസി. ഞാൻ കുറച്ച് പൈസ മാറ്റി വെച്ചിട്ടുണ്ട്, എന്തെങ്കിലും ഒരു എമർജൻസി നീഡൊക്കെ വരുമ്പോൾ അതിനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പൈസ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ക്ലിയർ ആയല്ലോ? 6 എണ്ണം പഠിച്ചല്ലോ. 7th വൺ നോക്കാം. പുട്ട് ആൻ എൻഡ് ടു. പുട്ട് ആൻ എൻഡ് ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോപ്പ് ചെയ്യുക അല്ലെങ്കിൽ ഇറാഡിക്കേറ്റ് ചെയ്യുക, ഇല്ലാണ്ടാക്കുക. കേട്ടോ, അതിനെയാണ് നമ്മൾ പുട്ട് ആൻ എൻഡ് ടു എന്ന് പറയുന്നത്. അപ്പോൾ അതിനൊരു എക്സാമ്പിൾ നോക്കാം. ഹി പുട്ട് ആൻ എൻഡ് ടു ദി പ്രോബ്ലം. അതായത് അവൻ ആ പ്രോബ്ലത്തിന് ഒരു അവസാനം കണ്ടെത്തി, അതായത് അതിനെ സ്റ്റോപ്പായി. കേട്ടോ, അപ്പോൾ ഇത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതിന് കോഡിൻ്റെ ആവശ്യമില്ല, ഇതിനകത്ത് തന്നെയുണ്ട്. എൻഡാണ്. എൻഡ് എന്ന് പറഞ്ഞാൽ എന്താ? സ്റ്റോപ്പ് ചെയ്യുക, ഒരു ഡെഡ് എൻഡ്, അതായത് ലാസ്റ്റ് എത്തി. അപ്പോൾ എന്ത് പറ്റും? സ്റ്റോപ്പ് ആവുക. അപ്പോൾ പുട്ട് ആൻ എൻഡ് ടു എന്ന് പറയുന്നത് സ്റ്റോപ്പ് അല്ലെങ്കിൽ ഇറാഡിക്കേറ്റ്. ക്ലിയർ ആണല്ലോ? 8th വൺ നോക്കാം. പുട്ട് അക്രോസ്. പുട്ട് അക്രോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അതായത് ആശയവിനിമയം നടത്തുക. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സെൻറ്റൻസ് നമുക്ക് നോക്കാം. ഹി വാസ് ട്രൈങ് ടു പുട്ട് അക്രോസ് എ സീരിയസ് പോയിന്റ്. അവനൊരു സീരിയസ് കാര്യം പറയാൻ ശ്രമിക്കുകയായിരുന്നു, ഒരു ആശയവിനിമയം നടത്താൻ ശ്രമിക്കുകയായിരുന്നു. അതാണ് പുട്ട് അക്രോസിൻ്റെ മീനിങ്. ഇനി നമുക്കതെങ്ങനെ ലിങ്ക് ചെയ്യാം നോക്കാം. അക്രോസിൻ്റെ മീനിങ് എന്താ? ഒന്ന് കടന്നു പോവുക, വിലങ്ങനെ പോവുക. ഇതൊക്കെയല്ലേ അക്രോസ് എ ബ്രിഡ്ജ് അല്ലെങ്കിൽ അക്രോസ് എ റിവർ എന്നൊക്കെ നമ്മൾ പറയും അല്ലേ? അപ്പോൾ അക്രോസ് എ റിവർ നമുക്ക് എടുക്കാം. അതായത് റിവർ കടന്ന് നമ്മൾ പോയി. എന്തിനു വേണ്ടിയിട്ടാണ് പോയത്?
കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ പുട്ട് അക്രോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്മ്യൂണിക്കേറ്റ്. ക്ലിയർ ആയല്ലോ, തെറ്റിക്കില്ലല്ലോ. ഇതെല്ലാം പുട്ട് ആൻഡ് എൻ ടു, പുട്ട് അക്രോസ്, പുട്ട് ഇൻ, പുട്ട് ഓൺ ഇതൊക്കെ വരുമ്പോൾ കൺഫ്യൂഷൻ വരും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതേപോലത്തെ ചെറിയ ചെറിയ കോഡ്സുകൾ പറയുന്നത് കേട്ടോ. നെക്സ്റ്റ് നോക്കാം, പുട്ട് ഓൺ. പുട്ട് ഓൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെയർ അല്ലെങ്കിൽ സ്വിച്ച് ഓൺ എന്നാണ് മീനിങ്. വെയർ ധരിക്കുക അല്ലെങ്കിൽ ഓൺ ചെയ്യുക, അതൊക്കെയാണ് പുട്ട് ഓണിൻ്റെ മീനിങ് കേട്ടോ. സ്വിച്ച് ഓൺ ചെയ്യുക, അതായത് ഹി പുട്ട് ഓൺ ദി ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ അവൻ ഡ്രസ്സ് ധരിച്ചു. അല്ലെങ്കിൽ പുട്ട് ഓൺ ദി ഫാൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഫാനിൻ്റെ സ്വിച്ച് ഓൺ ചെയ്യുക. ക്ലിയർ ആണല്ലോ. അപ്പോൾ അതാണ് പുട്ട് ഓൺ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ഇസ് പുട്ട് എബൌട്ട്. പുട്ട് എബൌട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പ്രെഡ് റൂമർ. എന്താണ് സ്പ്രെഡ് റൂമർ? റൂമർ അറിയാലോ എല്ലാവർക്കും, കുറ്റകാര്യങ്ങൾ പറഞ്ഞു കിടക്കുക അല്ലെങ്കിൽ കുറ്റം പറഞ്ഞു കിടക്കുക, ഇതിനൊക്കെയാണ് നമ്മൾ റൂമർ എന്ന് പറയുന്നത്. അപ്പോൾ പുട്ട് എബൌട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പ്രെഡ് റൂമർ. എങ്ങനെ ലിങ്ക് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എബൌട്ട്, വെൻ വി ആർ ടോക്കിംഗ് സംതിങ് അബൌട്ട് സം വൺ, എബൌട്ട് ആരെയോ കുറിച്ച് പറയുകയാണ്, അതിനല്ലേ നമ്മൾ എബൌട്ട് എന്ന് പറയുന്നത്, എബൌട്ട് സം വൺ. ഓക്കെ, അപ്പോൾ എബൌട്ട് എന്ന് പറയുന്നത് എന്താണ്? ഒരാളെ കുറിച്ച് നമ്മൾ പറയുകയാണ്. എന്താ പറയുന്നത്? ഇല്ലാത്ത കാര്യം, അതായത് സ്പ്രെഡ് റൂമർ. ക്ലിയർ ആണല്ലോ. അപ്പോൾ പുട്ട് എബൌട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സ്പ്രെഡ് റൂമർ. നെക്സ്റ്റ് വൺ നോക്കാം, പുട്ട് ബാക്ക്. പുട്ട് ബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുട്ട് ബാക്ക് തിരിച്ചു വയ്ക്കുക, അതായത് റീസ്റ്റോർ. ക്ലിയർ ആയല്ലോ. ഇതിനെല്ലാം നിങ്ങൾ മീനിങ് ജസ്റ്റ് മനസ്സിലാക്കി പോയാൽ മതി. മിക്കവാറും PSC എക്സാംസിൽ ചോദിക്കുന്ന ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയിരിക്കും വിത്ത് ദി കറക്റ്റ് ഓപ്ഷൻ. അപ്പോൾ എല്ലാത്തിനെയും മീനിങ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് ഓപ്ഷൻ വെച്ചിട്ട് നിങ്ങൾക്കത് ഫിൽ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ പുട്ട് ബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീസ്റ്റോർ. പുട്ട് എബൌട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളെ കുറിച്ച് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക, ഇല്ലാത്ത കാര്യം, എബൌട്ട്. അപ്പോൾ അതായത് സ്പ്രെഡ് റൂമർ. പുട്ട് ഓൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വിച്ച് ഓൺ ദി ഫാൻ, പുട്ട് ഓൺ ദി ഫാൻ, അല്ലെങ്കിൽ ഹി പുട്ട് ഓൺ ദി ഡ്രസ്. ഇതൊക്കെയാണ് പുട്ട് ഓണിൻ്റെ മീനിങ്. നെക്സ്റ്റ് വൺ നോക്കാം, പുട്ട് അപ്പ് വിത്ത്. പുട്ട് അപ്പ് വിത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോളറേറ്റ് എന്നുള്ളതാണ് മീനിങ്. ടോളറേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സഹിക്കുക കേട്ടോ. അപ്പോൾ പുട്ട് അപ്പ് വിത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോളറേറ്റ് അല്ലെങ്കിൽ സഹിക്കുക. ഇനി ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സെൻറ്റൻസ് നമുക്ക് നോക്കാം. ഐ കാൺ പുട്ട് അപ്പ് വിത്ത് അവർ ബോസ്. എനിക്ക് നമ്മുടെ ബോസിനെ സഹിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആ ഒരു മീനിങ് ആണ് പുട്ടപ്പ് വിത്തിന് വരുന്നത് കേട്ടോ. അപ്പോൾ ശ്രദ്ധിക്കുക, പുട്ടപ്പ് അല്ല ഞാൻ പറഞ്ഞത്, പുട്ടപ്പ് വിത്ത് ആണ്. അപ്പോൾ വിത്തും കൂടെ വന്നു കഴിയുമ്പോൾ ഒരാളും കൂടെ വരുമല്ലേ, വിത്ത് സം വൺ. അപ്പോൾ അങ്ങനെ ആലോചിച്ചാൽ മതി. വിത്തും കൂടെ വന്നു കഴിയുമ്പോൾ എന്താണ് അതിൻ്റെ അർത്ഥം? ടോളറേറ്റ്, അതായത് സഹിക്കുക. അതാണ് പുട്ടപ്പ് വിത്തിൻ്റെ മീനിങ്. നെക്സ്റ്റ് വൺ നമുക്ക് നോക്കാം, പുട്ട് ഓഫ്. പുട്ട് ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസ്റ്റ്പോൺ എന്നാണ് മീനിങ്. പോസ്റ്റ്പോൺ എന്ന് പറഞ്ഞാൽ എന്താ? മാറ്റി വയ്ക്കുക കേട്ടോ. അതായത് പുട്ട് ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസ്റ്റ്പോൺ അല്ലെങ്കിൽ മാറ്റി വയ്ക്കുക. ഒരു പ്രാവശ്യം PSC എക്സാമിൽ ചോദിച്ചത് പുട്ട് ഓഫ് അല്ല, അതിന് പകരം എഡ്ജോൺ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എഡ്ജോണിൻ്റെ മീനിങ്ങും സെയിം തന്നെയാണ്. എന്താണ്? മാറ്റി വയ്ക്കുക അല്ലെങ്കിൽ പോസ്റ്റ്പോൺ ചെയ്യുക കേട്ടോ. അപ്പോൾ എഡ്ജോൺ എന്ന് പറഞ്ഞാൽ എന്താ? മാറ്റി വയ്ക്കുക. ഈ ഒരു ടേം നിങ്ങൾക്ക് എല്ലാവർക്കും PSC പഠിക്കുന്ന എല്ലാവർക്കും ഇത്തിരി ഫെമിലിയർ ആയിരിക്കും. കാരണം നമുക്കറിയാം പാർലമെൻറ്റിലൊക്കെ എഡ്ജോൺ എന്നുള്ളൊരു വേർഡ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, ശരിയല്ലേ? അതായത് സഭ മാറ്റി വെച്ചു, എഡ്ജോൺ ചെയ്തു, മാറ്റി വെച്ചു. അല്ലെങ്കിൽ എഡ്ജോൺ സൈൻ ഡൈ എന്ന് പറയും. എന്താണ് അതിൻ്റെ അർത്ഥം? അതായത് എന്നാണോ മാറ്റി വെക്കുന്നതെന്നുള്ളത് പറഞ്ഞിട്ടില്ല, ഡേറ്റ് ഡിക്ലെയർ ചെയ്യുന്നില്ല ബൈ ദി പ്രിസൈഡിങ് ഓഫീസർ. അപ്പോൾ അപ്പോഴാണ് നമ്മൾ എഡ്ജോൺ സൈൻ ഡൈ എന്ന് പറയുന്നത്. അതായത് ഡേറ്റ് പറഞ്ഞ് മാറ്റി വയ്ക്കുന്നതിനെയാണ് നമ്മളെന്ന് പറയുന്നത് എഡ്ജോൺ എന്ന് പറയുന്നത്. അപ്പോൾ എഡ്ജോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മാറ്റി വയ്ക്കുക കേട്ടോ. അല്ലെങ്കിൽ നിങ്ങളൊരു ജേണിക്ക് പോകുമായിരുന്നു എന്ന് വിചാരിക്കുക, ആ ജേണി പോസ്റ്റ്പോൺ ചെയ്തു, അങ്ങനെയും ഓർക്കാൻ പറ്റും. അപ്പോൾ പുട്ട് ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസ്റ്റ്പോൺ ചെയ്യുക അല്ലെങ്കിൽ മാറ്റി വയ്ക്കുക. പുട്ട് ഓഫിൻ്റെ അതേ മീനിങ് ഉള്ള വേർഡാണ് എഡ്ജോൺ. എഡ്ജോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും എന്താണ് അതിൻ്റെ അർത്ഥം? പോസ്റ്റ്പോൺ ചെയ്യുക, അതായത് ഒരു ജേണി മാറ്റി വയ്ക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് പാർലമെൻറ്റിലെ കാര്യം ഓർത്താൽ മതി, എന്താണ് അത്? പോസ്റ്റ്പോൺ ചെയ്തു കേട്ടോ. അപ്പോൾ ഇത്രയും ക്ലിയർ ആയല്ലോ. പുട്ട് എസൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂക്ഷിച്ചു വെക്കുക. ദ ചൈൽഡ് പുട്ട് എസൈഡ് എ സർട്ടൺ എമൗണ്ട് ഓഫ് മണി. അതായത് ഒരു കുട്ടി കുറച്ച് കാശ് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്കിത് ലിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സൈഡ്, സൈഡ് എന്ന് കൊടുത്തിട്ടില്ലേ, ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചു, അങ്ങനെ ഓർത്താൽ മതി കേട്ടോ. അപ്പോൾ പുട്ട് എസൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂക്ഷിച്ചു വെക്കുക അല്ലെങ്കിൽ മാറ്റി വെക്കുക, ഇതൊക്കെയാണ് അതിൻ്റെ മീനിങ്. അപ്പം നമ്മൾ ആദ്യം പഠിക്കുന്നത് ടേക്ക് വെച്ചിട്ടുള്ള ഫ്രേസൽ വെർബാണ്. ഓക്കെ, ടേക്ക്. അപ്പോൾ ഇത് മനസ്സിലാക്കിയെടുക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവും. കാരണം ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, എന്താ ടേക്ക് ഇൻ ഉണ്ട്, ടേക്ക് ടു ഉണ്ട്. അപ്പോൾ ടേക്ക് വെച്ചിട്ട് തന്നെ നമുക്ക് പലതും പഠിക്കാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് കൺഫ്യൂഷനൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെറിയ ചെറിയ കോഡ്സൊക്കെ വെച്ചിട്ടായിരിക്കും ഇന്നത്തെ ക്ലാസ് പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ തുടങ്ങുകയാണേ. ഓക്കെ, ഫ്രേസൽ വേർബിൽ ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് ടേക്ക് ആണ്.
ടേക്കിനകത്ത് ടേക്ക് ഇൻ എന്ന് പറഞ്ഞാൽ ടു ഡിസീവ് ആണ്. ടേക്ക് ഇൻ എന്ന് പറഞ്ഞാൽ ടു ഡിസീവ്. അപ്പോൾ ഡിസീവ് എന്ന് പറഞ്ഞാൽ എന്താ? പറ്റിക്കുക, വഞ്ചിക്കുക എന്നുള്ളൊരു മീനിങ് ആണ് അല്ലേ? അപ്പോൾ ഞാൻ ചെറിയൊരു കോഡ് പറഞ്ഞുതരാം. ടേക്ക് ഇൻ എന്ന് പറയുമ്പോൾ നമ്മളൊരാളെ അകത്തേക്ക് കൊണ്ടുപോയി എന്ന് വിചാരിക്കുക. ടേക്ക് ഇൻ എന്ന് പറയുമ്പോൾ അകത്തേക്ക് കേട്ടോ. നമ്മളൊരാളെ നമ്മുടെ വീടിനകത്തേക്കോ വല്ലതും കൊണ്ടുപോയിട്ട് പറ്റിച്ചു എന്നുള്ള രീതിയിൽ ആലോചിക്കുക. ടു ഡിസീവ് കേട്ടോ. അപ്പോൾ ടേക്ക് ഇൻ എന്ന് പറഞ്ഞാൽ ടു ഡിസീവ് ആണ്, ഓർത്ത് വെച്ചേക്കുക. നമുക്ക് റിവിഷൻ ചെയ്യാം, എന്നാലേ അത് മൈൻഡിൽ നിൽക്കുകയുള്ളൂ. ഇപ്പോൾ ആദ്യം എല്ലാം ഒന്ന് കേട്ടു പോകാം കേട്ടോ. അടുത്ത് നോക്കാം. ടേക്ക് ടു. ടേക്ക് ടു എന്ന് പറഞ്ഞാൽ ബിക്കം അഡിക്റ്റഡ് ആണ്. ഓക്കെ, ടേക്ക് ടു എന്ന് പറഞ്ഞാൽ ബിക്കം അഡിക്റ്റഡ്. അപ്പോൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് ആലോചിക്കണം, അതിന് വേണ്ടിയിട്ടാണ് ചെറിയ കോഡ്സും കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പോൾ നമുക്കിവിടെ ഈ ടു എന്ന് പറയുമ്പോണ്ടല്ലോ, നമുക്ക് ഈ ടു എടുക്കാം, നമ്മുടെ 2 glasses എന്നുള്ള രീതിയിലുള്ള 2 എടുക്കാം. അപ്പോൾ ഇവിടെ ഞാൻ കണക്ട് ചെയ്യുന്നത് അഡിക്റ്റഡ് ആയിട്ടാണ്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ആൽക്കഹോളുമായിട്ടൊന്ന് കണക്ഷൻ കൊടുക്കാം കേട്ടോ, ആൽക്കഹോളുമായിട്ട്. അപ്പോൾ ഇവിടെ ടേക്ക് ടു 2 ഗ്ലാസ്, ടേക്ക് ടു 2 ഗ്ലാസ് ആൽക്കഹോൾ കുടിച്ചു എന്ന് വിചാരിച്ചോ. അപ്പോൾ നമ്മൾ എന്ത് പറയും? അവൻ അഡിക്റ്റഡ് ആണെന്നുള്ള രീതിയിൽ വെറുതെ പറഞ്ഞു എന്നുള്ള രീതിയിൽ എടുക്കുക കേട്ടോ. അപ്പോൾ ടേക്ക് ടു എന്ന് പറഞ്ഞാൽ ബിക്കം അഡിക്റ്റഡ്. 2 ഗ്ലാസ് കുടിച്ചു, 2 ഗ്ലാസ് ടേക്ക് ചെയ്തു എന്ന് പറഞ്ഞാൽ ബിക്കം അഡിക്റ്റഡ് എന്നുള്ള രീതിയിൽ ഓർത്ത് വെച്ചേക്കാം. ഓക്കെ, താങ്ക് യു ഓൾ. പിന്നെ ടേക്ക് 4 എന്ന് പറഞ്ഞാൽ ഇനി നമ്മൾ ടേക്ക് ചെയ്യുന്നത് 4 എണ്ണമാണ് കേട്ടോ. ഈ 2 അല്ല, 4 ആണ്. 4 എന്ന് പറയുമ്പോൾ നമ്മൾ ഈ 4 ആയിട്ടാണ് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ 2 ഗ്ലാസ് കുടിച്ചപ്പോൾ തന്നെ നമ്മൾ അഡിക്റ്റഡ് ആയി. ഇനി ടേക്ക് 4, 4 ഗ്ലാസ് കുടിച്ച് കഴിയുമ്പോൾ ആൽക്കഹോള് 4 ഗ്ലാസ് ടേക്ക് ചെയ്ത് കഴിയുമ്പോൾ, കുടിച്ച് കഴിയുമ്പോൾ എന്ത് പറ്റും? പിന്നെ അവിടെ നിന്ന് ചെയ്യുന്നത് മൊത്തം മിസ്റ്റേക്ക് ആയിരിക്കും അല്ലേ? അപ്പോൾ ടു മിസ്റ്റേക്ക് എന്നുള്ള മീനിങ് ആണ് ടേക്ക് 4. ക്ലിക്ക് ആവുന്നുണ്ടോ? ഇത് ഇത്തിരി ഒന്ന് എന്താ പറയുക, എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഓർക്കാൻ വേണ്ടിയിട്ടാണ് ഇതേപോലത്തെ കോഡ്സ് ഒക്കെ പറയുന്നത്. അപ്പോൾ എല്ലാവരും ആ ഒരു രീതിയിൽ തന്നെ കാണണം. അടുത്തത് ടേക്ക് ആഫ്റ്റർ. ടേക്ക് ആഫ്റ്റർ എന്ന് പറഞ്ഞാൽ റിസംബിൾ കേട്ടോ. ടേക്ക് ആഫ്റ്റർ എന്ന് പറഞ്ഞാൽ റിസംബിൾ ആണ്. അപ്പോൾ എന്താ പറയുക, ടേക്ക് ആഫ്റ്റർ റിസംബിൾ എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ അച്ഛൻ്റെ പോലെയോ അല്ലെങ്കിൽ അമ്മയുടെ പോലെയോ എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതാണ് റിസംബിൾ. അപ്പോൾ ടേക്ക് ആഫ്റ്ററും അതേപോലെ തന്നെ ലുക്ക് ആഫ്റ്റർ എന്ന് പറഞ്ഞിട്ടുള്ള വാക്കുണ്ട്, ലുക്ക് ആഫ്റ്റർ. ഇത് രണ്ടും മാറിപ്പോകരുത്. ലുക്ക് ആഫ്റ്റർ എന്ന് പറഞ്ഞാൽ ലുക്ക് ആഫ്റ്റർ യുവർ കിഡ്സ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, അവരെ നോക്കുക, ടേക്ക് കെയർ ഓഫ് യുവർ കിഡ്സ്, ആ ഒരു മീനിങ് ആണ് ലുക്ക് ആഫ്റ്റർ. അപ്പോൾ ടേക്ക് ആഫ്റ്റർ എന്ന് പറഞ്ഞാൽ സാദൃശ്യം, അച്ഛനെ പോലെ ഇരിക്കാം, അതാണ് റിസംബിൾ. അപ്പോൾ ഇത്രയും ഒന്നും കൂടെ ജസ്റ്റ് ഒന്ന് ഞാൻ പറയാം, നിങ്ങളൊന്ന് മനസ്സിലേക്ക് ഒന്നും കൂടെ കൊണ്ടുവരിക. ടേക്ക് ഇൻ അകത്തേക്ക് കൊണ്ടുവന്നു, പറ്റിച്ചു, ടു ഡിസീവ്. ടേക്ക് ടു 2 ഗ്ലാസ് ടേക്ക് ചെയ്തു, 2 ഗ്ലാസ് ആൽക്കഹോൾ കുടിച്ചു, മീൻസ് ബിക്കം അഡിക്റ്റഡ്. ടേക്ക് 4 എന്ന് പറയുമ്പോൾ എന്താ? ടു മിസ്റ്റേക്ക്, അതായത് മിസ്റ്റേക്ക് വരുത്താന്നുള്ളൊരു മീനിങ് ആണ്. 4 ഗ്ലാസ് കുടിച്ചു, പിന്നെ അവിടെ നിന്ന് ചെയ്യുന്നത് മൊത്തം മിസ്റ്റേക്കാണ്. ടേക്ക് ആഫ്റ്റർ എന്ന് പറഞ്ഞാൽ റിസംബിൾ ആണ്, സാദൃശ്യം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് തീർന്നിട്ടില്ല കേട്ടോ, ഇതിൻ്റെ കുറച്ചും കൂടെ നമുക്ക് നോക്കാനുണ്ട്. അടുത്ത് നോക്കാം. ടേക്ക് ഡൗൺ എന്ന് പറഞ്ഞാൽ, ടേക്ക് ഡൗൺ എന്ന് പറഞ്ഞാൽ റൈറ്റ് ഡൗൺ. ഓക്കെ, ടേക്ക് ഡൗൺ ദി നോട്ട്സ് എന്നൊക്കെ പറഞ്ഞാൽ എന്താ? നോട്ട്സ് എഴുതിയെടുക്കുക, റൈറ്റ് ഡൗൺ എന്നുള്ളൊരു മീനിങ് ആണ് കേട്ടോ. ടേക്ക് ഡൗൺ ഇതൊക്കെ നമുക്ക് അറിയാവുന്ന വാക്കുകളാണെന്ന് തോന്നുന്നു. ടേക്ക് ഇൻ ടു അക്കൗണ്ട്. ടേക്ക് ഇൻ ടു അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ കൺസിഡർ ചെയ്യുക കേട്ടോ. ടേക്ക് ഇൻ ടു അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ പരിഗണിക്കുക, കൺസിഡർ ചെയ്യുക എന്നുള്ളൊരു മീനിങ് ആണ് ടേക്ക് ഇൻ ടു അക്കൗണ്ട്. ഓക്കെ, അടുത്ത് നോക്കാം. ടേക്ക് ഓവർ. ടേക്ക് ഓവർ എന്ന് പറഞ്ഞാൽ ടേക്ക് കൺട്രോൾ ഓഫ്, നമുക്ക് അതിൻ്റെ ഒരു കൺട്രോൾ കിട്ടുകയാണ്, അതാണ് ടേക്ക് ഓവർ. ഇപ്പം ഞാനൊരു എക്സാമ്പിൾ പറയാം, പലർക്കും അറിയായിരിക്കും, എന്നാലും അറിയാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ആലോചിക്കുക. ഇപ്പം നമ്മളൊരാളുടെ കയ്യിൽ നിന്ന് ഓവറായിട്ടൊരു സാധനം വാങ്ങിച്ചു എന്ന് വിചാരിച്ചോ, ടേക്ക് ചെയ്തു എന്ന് വിചാരിച്ചോ കേട്ടോ. ഇപ്പം ഒരു പേന തന്നെ ഇപ്പം ഞാൻ കുറേ പ്രാവശ്യം ഒരാളുടെ നിന്ന് വാങ്ങിച്ചു എന്ന് വിചാരിച്ചോ. അപ്പോൾ അയാൾക്കത് മടുത്തിട്ട് അയാൾ എന്ത് ചെയ്യും? എന്നാൽ പിന്നെ നീ അത് എടുത്തോ എന്നുള്ള രീതിയിൽ എനിക്ക് തന്നു കേട്ടോ. അപ്പോൾ എനിക്ക് അതിൻ്റെ ഒരു കൺട്രോൾ തന്നു എന്നുള്ള രീതിയിൽ ആലോചിക്കുക. അപ്പോൾ ടേക്ക് ഓവർ മീൻസ് ടേക്ക് കൺട്രോൾ ഓഫ്, തെറ്റിക്കരുത്. നെക്സ്റ്റ് വൺ ടേക്ക് ഓഫ് ആണ്. ടേക്ക് ഓഫ് എന്ന് പറഞ്ഞാൽ ടു ലീവ്. നമ്മൾ മെയിനായിട്ട് എന്താ ഈ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തെന്നൊക്കെ പറയില്ലേ, എന്താ അവിടെ നിന്ന് പോയി, അല്ലെങ്കിൽ ടു ലീവ് അല്ലെങ്കിൽ ടു റിമൂവ് എന്നുള്ളൊരു മീനിങ് ആണ് ടേക്ക് ഓഫ്. ഓക്കെ, പഠിച്ചല്ലോ. ടേക്ക് ഡൗൺ റൈറ്റ് ഡൗൺ, ടേക്ക് ഇൻ ടു അക്കൗണ്ട് കൺസിഡർ ചെയ്യുക, ടേക്ക് ഓവർ ഓവറായിട്ട് ടേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവസാനം നമുക്കത് തന്നു കേട്ടോ, ടേക്ക് കൺട്രോൾ ഓഫ്. ടേക്ക് ഓഫ് എന്ന് പറഞ്ഞാൽ ടു ലീവ് ടു റിമൂവ്. ഓക്കെ, എല്ലാവർക്കും ഗുഡ് ഈവനിങ്. സജിത്ത്, ശ്രീകുമാർ, എല്ലാവർക്കും ഗുഡ് ഈവനിങ്. അപ്പോൾ കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. പഠിച്ചോ? ടേക്ക് പഠിച്ചില്ലേ? ഓക്കെ, ഇനി നമുക്ക് ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്ന് വർക്കൗട്ട് ചെയ്യാം. ഓക്കെ, നിങ്ങൾ വേഗം കമൻറ്റ് ചെയ്യാം കേട്ടോ. ആഫ്റ്റർ ദി സെക്യൂരിറ്റി ചെക്ക് ദ ഫ്ലൈറ്റ് ഡാഷ്. ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞേ. ആഫ്റ്റർ ദി സെക്യൂരിറ്റി ചെക്ക് ദ ഫ്ലൈറ്റ് ഡാഷ്. ടുക്ക് ടു ആണോ, ടുക്ക് ആഫ്റ്റർ ആണോ, ടുക്ക് ഡൗൺ ആണോ,
ടുക്ക് ഓഫ് ആണോ? അപ്പോൾ ടുക്ക് വന്നാലും കുഴപ്പമില്ല കേട്ടോ, ടേക്കിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് ടുക്ക്. അപ്പോൾ ടേക്ക് തന്നെ വേണം എന്നുള്ള നിർബന്ധമൊന്നും പിടിക്കരുത്. അതിൻ്റെ പാസ്റ്റ് ടെൻസ് ആയിട്ടുള്ള ടുക്ക് വന്നാലും സെയിം രീതിയിൽ തന്നെയാണ് മീനിങ് വരുന്നത്. ഓക്കെ, പറഞ്ഞേ. ആഫ്റ്റർ ദി സെക്യൂരിറ്റി ചെക്ക് ദ ഫ്ലൈറ്റ് ഏതാ വരിക? വെരി ഗുഡ്. അനുജിത്ത്, യൂസർ എല്ലാവരും ശരിയാക്കിയിട്ടുണ്ട്. ടുക്ക് ഓഫ് അല്ലേ? ടേക്ക് ഓഫ് എന്ന് നമ്മൾ പറയുമല്ലോ, നേരത്തെ പറഞ്ഞില്ലേ, തൊട്ടുമുമ്പ് പറഞ്ഞാണ്. ടേക്കിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് ടുക്ക്, അപ്പോൾ അതും വരാം കേട്ടോ. അപ്പോൾ ടേക്ക് ഓഫ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളിത് ഇവിടെ പറഞ്ഞത് കണ്ടോ, ടു ലീവ്, ഫ്ലൈറ്റ് ലീവ് ചെയ്തു അല്ലേ? സെക്യൂരിറ്റിയുടെ ചെക്കൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഫ്ലൈറ്റ് പോയി എന്നുള്ളൊരു മീനിങ് ആണ്. നെക്സ്റ്റ് വൺ, വെരി ഗുഡ് വെരി ഗുഡ്. നെക്സ്റ്റ് വൺ, ഹിസ് അക്കാഡമിക് പെർഫോമൻസ് ഷുഡ് ബി ഡാഷ്. അവൻ്റെ അക്കാഡമിക് പെർഫോമൻസ് ഷുഡ് ബി ഡാഷ്. ടേക്ക് ടു, ടേക്ക് ടു എന്ന് പറയുമ്പോൾ ഒന്ന് മനസ്സിലാലോചിക്കുക കേട്ടോ, എന്താ 2 ക്ലാസ്, അപ്പോൾ അഡിക്റ്റഡ് ആണ്. ടേക്ക് ആഫ്റ്റർ, റിസംബിൾ. ടേക്ക് ഓഫ്, അങ്ങനെയുള്ള ഓരോന്നൊക്കെ ആലോചിക്കുക. ടേക്കൺ ഇൻ ടു അക്കൗണ്ട് ഏതാ വരിക? സെക്കൻഡ് വൺ എന്ന് കൊടുത്തിട്ട് പറഞ്ഞേ, എന്താ ആൻസർ? വെരി ഗുഡ്, ആൻസർ ടേക്കൺ ഇൻ ടു അക്കൗണ്ട് അല്ലേ? ഹിസ് അക്കാഡമിക് പെർഫോമൻസ് ഷുഡ് ബി ടേക്കൺ ഇൻ ടു അക്കൗണ്ട്. ടേക്കൺ ഇൻ ടു അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ കൺസിഡർ ചെയ്യണം, അവൻ്റെ പെർഫോമൻസ് ഇറ്റ് ഹാസ് ടു ബി കൺസിഡേർഡ്. ആ ഒരു മീനിങ് ആണ് ടേക്കൺ ഇൻ ടു അക്കൗണ്ട്. വെരി ഗുഡ് വെരി ഗുഡ്. ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാർ കറക്റ്റായിട്ട് കമൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കിട്ടാത്ത ആൾക്കാർ വിഷമിക്കേണ്ട കേട്ടോ, ഒന്നും കൂടെ നിങ്ങളൊന്ന് റിവൈസ് ചെയ്യുക, നിങ്ങൾക്ക് കിട്ടും, ഷുവറായിട്ടും കിട്ടും. എക്സാമിന് ഇരിക്കുന്ന സമയത്ത് എന്തായാലും നിങ്ങൾക്ക് ഓർമ്മ വന്നോളും. ഓക്കെ, അടുത്ത് നോക്കാം. ഷീ ടേക്സ് ഡാഷ് ഹിസ് ഫാദർ, ഹെർ ഫാദർ കേട്ടോ. ഷീ ടേക്സ് ഡാഷ് ഹെർ ഫാദർ. ടേക്സ് ഡൗൺ ആണോ, ആഫ്റ്റർ ആണോ, ഓഫ് ആണോ, ഓൺ ആണോ? അച്ഛനെ പോലെ ഇരിക്കുക, അമ്മയുടെ പോലെയൊക്കെ ഇരിക്കുക എന്ന് പറഞ്ഞപ്പോൾ എന്താ ഞാൻ പറഞ്ഞേ? ആഫ്റ്റർ അല്ലേ? ടേക്ക് ആഫ്റ്റർ ആണ് കേട്ടോ. ഷീ ടേക്ക് ആഫ്റ്റർ, ആഫ്റ്റർ ആണ് ഇവിടെ വരിക. ഓക്കെ, അപ്പോൾ ആഫ്റ്റർ ജസ്റ്റ് ഒന്ന് ആലോചിച്ചോളൂ, ഒരു ജനറേഷൻ കഴിഞ്ഞിട്ട് അടുത്ത ജനറേഷൻ. അപ്പോൾ നമുക്ക് ആഫ്റ്ററായിട്ട് അവിടെ വേണമെങ്കിൽ കണക്ട് ചെയ്യാം. ഓർക്കാത്തവരുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ വേണമെങ്കിൽ ഒന്ന് കണക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ചോദിച്ചിട്ടുള്ളതാണ് എക്സാമിന്, PYQ ആണ്. അതേപോലെ തന്നെ ഇതും ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സെയിം തിങ്. ഹി റെസംബിൾസ് ഹിസ് ഫാദർ. അപ്പോൾ റെസംബിൾസിൻ്റെ കറക്റ്റ് മീനിങ് വരുന്നത് ഏതാ? ടേക്സ് ആഫ്റ്റർ അല്ലേ? ഹി ടേക്സ് ആഫ്റ്റർ ഹിസ് ഫാദർ ആണ്. റെസംബിൾസ്, അച്ഛനെ പോലെ തന്നെ സാദൃശ്യം വരിക. ഓക്കെ, പുതിയ കുറേ ആൾക്കാരെ കാണുന്നുണ്ട്. എല്ലാവർക്കും ഈ ഒരു സെഷനിലേക്ക് സ്വാഗതം. ഓക്കെ, ഇനി നമുക്ക്, അപ്പോൾ നമ്മൾ ടേക്ക് പഠിച്ചു കേട്ടോ, ടേക്കിനെ വെച്ചുള്ള എല്ലാം പഠിച്ചു. നിങ്ങൾ ആദ്യമായിട്ട് ക്ലാസ് കാണുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങളൊരു ബുക്കിനകത്ത് എഴുതി വെക്കുക, കിട്ടാത്തതുണ്ടെങ്കിൽ ഒന്ന് എഴുതി വെക്കുക കേട്ടോ. എന്നിട്ട് പഠിക്കണേ, റിവൈസ് ചെയ്യുക. ഫ്രേസൽ വെർബിൻ്റെ ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ ഇപ്പോൾ ഓർമ്മയുണ്ടാവും, പക്ഷേ പിറ്റേ ദിവസം ആകുമ്പോൾ ചിലപ്പോൾ മറക്കും. അപ്പോൾ അതൊന്ന് റിവിഷൻ മസ്റ്റായിട്ട് വേണം കേട്ടോ. അടുത്ത് നമുക്ക് ഗെറ്റ് വെച്ചിട്ടുള്ളത് നോക്കാം. ഓക്കെ, ഗെറ്റ് വെച്ചിട്ടുള്ളത് ഫസ്റ്റ് വൺ, ഗെറ്റ് ഓൺ. ഗെറ്റ് ഓൺ എന്ന് പറഞ്ഞാൽ മേക്ക് പ്രോഗ്രസ് അല്ലെങ്കിൽ അഡ്വാൻസ് ആണ്. ഓക്കെ, ഗെറ്റ് ഓൺ എന്ന് പറഞ്ഞാൽ എന്താ? മേക്ക് പ്രോഗ്രസ് അല്ലെങ്കിൽ അഡ്വാൻസ്. അപ്പോൾ ഞാൻ ഓരോന്നിൻ്റെയും കണക്ഷൻ പറഞ്ഞുതരാം കേട്ടോ. ഹായ് ദിവ്യ. അപ്പോൾ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ആലോചിക്കുക. അതായത് ഗെറ്റ് എന്നൊക്കെ പറഞ്ഞാൽ എന്താ? ഗെറ്റ് അല്ലെങ്കിൽ ഗോട്ട് എന്നൊക്കെ പറഞ്ഞാൽ കിട്ടി എന്നുള്ളൊരു മീനിങ് അല്ലേ? അപ്പോൾ അങ്ങനെയായിട്ട് നമുക്കൊന്ന് കണക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഓണം എന്ന് പറയുമ്പോൾ ഞാൻ ഓണവുമായിട്ട് കണക്ട് ചെയ്യാം കേട്ടോ. ഓണം. അപ്പോൾ ഓണത്തിന് എനിക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടിയെന്ന് വിചാരിച്ചോ, എന്തെങ്കിലുമൊക്കെ ഒരു ഗിഫ്റ്റ് കിട്ടിയെന്ന് വിചാരിച്ചോ. അപ്പോൾ നമുക്ക് ഭയങ്കര ഒരു എന്താ പറയുക, നമുക്ക് ഓണത്തിൻ്റെ അന്ന് തന്നെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു പ്രോഗ്രസ് വരും എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് ആലോചിക്കാമല്ലോ അല്ലേ? നല്ലൊരു ദിവസമല്ലേ അന്ന്. നമുക്ക് എന്തെങ്കിലുമൊക്കെ നല്ലത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു പ്രോഗ്രസ് വരും, അല്ലെങ്കിൽ നമ്മൾ അഡ്വാൻസ് ചെയ്യും എന്നുള്ള രീതിയിലൊക്കെ ഒന്ന് കണക്ട് ചെയ്തേക്കാം. ഓക്കെ ആണല്ലോ? അപ്പോൾ ഗെറ്റ് ഓൺ എന്ന് പറഞ്ഞാൽ മേക്ക് പ്രോഗ്രസ് അല്ലെങ്കിൽ അഡ്വാൻസ്. ഓണത്തിന് എന്തെങ്കിലുമൊക്കെ കിട്ടിയെന്ന് ആലോചിക്കുക. അപ്പോൾ നമ്മൾ ഈ ഓൺ വെച്ചിട്ട് മാത്രം കണക്ട് ചെയ്യരുത്, ഇപ്പുറത്തുള്ള ആളും കൂടെ ആയിട്ട് കണക്ട് ചെയ്യണം കേട്ടോ. കാരണം ഒരുപാട് ഫ്രേസൽ വെർബിനകത്ത് ഓണും മറ്റും എല്ലാതും ഉണ്ട്. അടുത്ത് നോക്കാം, ഗെറ്റ് അറ്റ്. ഗെറ്റ് അറ്റ് എന്ന് പറഞ്ഞാൽ റീച്ച് ആണ്. ഓക്കെ, ഹായ് ഷഹീൻ. യെസ്, ഗെറ്റ് അറ്റ് എന്ന് പറഞ്ഞാൽ റീച്ച് ആണ്. അപ്പോൾ നമ്മൾ ഈ അറ്റും ഇന്നും ഒക്കെ എപ്പോഴാണ് യൂസ് ചെയ്യുന്നത്? അറ്റും ഇന്നും. ഓക്കെ, ഇന്ന് നമ്മൾ എപ്പോഴാണ് യൂസ് ചെയ്യുക? അപ്പോൾ ഞാൻ പറയാണ് ഐ ലിവ് ഇൻ എറണാകുളം. അത് കുറച്ചും കൂടെ സ്പെസിഫിക് ആയിട്ട് പറയാൻ വേണ്ടിയിട്ട് ഐ ലിവ് അറ്റ് വൈറ്റില എന്നൊക്കെ വേണമെങ്കിൽ എനിക്ക് പറയാം അല്ലേ? അപ്പോൾ അറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു പ്ലേസ് പറയുമ്പോഴാണ് മെയിനായിട്ട് അറ്റ് യൂസ് ചെയ്യുക. അപ്പോൾ അവിടെ എത്തി എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യാമല്ലോ. അവിടെ എത്തി, അവിടെ റീച്ച്. ഓക്കെ, അപ്പോൾ ഗെറ്റ് അറ്റ് എന്ന് പറഞ്ഞാൽ റീച്ച് ആണ്. എല്ലാവർക്കും ഹായ് ഉണ്ട്, എല്ലാവരെയും കാണുന്നുണ്ട്, കിട്ടിയെന്ന് വിശ്വസിക്കുകയാണ്. അടുത്ത് നോക്കാം, ഗെറ്റ് ഓവർ. ഗെറ്റ് ഓവർ എന്ന് പറയുമ്പോൾ ഓവർകം, തരണം ചെയ്യുക, അതാണ് ഗെറ്റ് ഓവർ കേട്ടോ. അപ്പം ഓവറായിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടി. ഇപ്പം നമുക്ക് ഓവറായിട്ട് കുറേ കിട്ടിയെന്നല്ലേ ഗെറ്റ്. അപ്പോൾ ഓവറായിട്ട് കുറേ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ കുറേ വിഷമമൊക്കെ നമുക്ക് കിട്ടിയെന്ന് വിചാരിച്ചോ. അപ്പോൾ നമ്മളിതെല്ലാം ഓവർകം ചെയ്യണം. ഓക്കെ, വേണമെങ്കിൽ അങ്ങനെ ആലോചിക്കാം, അല്ലെങ്കിൽ ഇതിനകത്ത് ഓവറുണ്ട്, ഇതിനകത്ത് ഓവറുണ്ട്, ആ ഒരു തരത്തിൽ വേണമെങ്കിൽ കണക്ട് ചെയ്ത് വയ്ക്കാം. അപ്പോൾ ഗെറ്റ് ഓൺ എന്ന് പറഞ്ഞാൽ മേക്ക് പ്രോഗ്രസ് ആണ്. ഗെറ്റ് അറ്റ് എന്ന് പറഞ്ഞാൽ റീച്ച് ആണ്. ഗെറ്റ് ഓവർ എന്ന് പറഞ്ഞാൽ ഓവറായിട്ട് എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും?
നമ്മൾ അതൊക്കെ എന്തെങ്കിലും വിഷമോ കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ നമ്മളതെല്ലാം ഓവർകം ചെയ്യും അല്ലേ. യെസ്. ഇനി ഗെറ്റ് അപ്പ് എന്ന് പറഞ്ഞാൽ റൈസ് ആണ്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പ്രത്യേകിച്ച് കൊണ്ടൊന്നും ആവശ്യമില്ല. ഗെറ്റ് അപ്പ് എന്നൊക്കെ ഡെയിലി കേൾക്കുന്നൊക്കെ ആയിരിക്കും. അപ്പോൾ റൈസ് ആണ് കേട്ടോ, ഉണരുക. ഗെറ്റ് ഡൗൺ എന്ന് പറഞ്ഞാൽ ഡിസെൻറ്റ് അല്ലേ. ഡൗൺ എന്ന് പറഞ്ഞാൽ ഡിസെൻഡിങ് ഓർഡർ എന്നൊക്കെ നമുക്കറിയാലോ, താഴത്തേക്ക് വരിക, ഡിസെൻഡ് ചെയ്യുക. ഓക്കെ, ഗെറ്റ് ഡൗൺ എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് ഡിസെൻറ്റ്. ഗെറ്റ് എഹെഡ് എന്ന് പറഞ്ഞാൽ ബി സക്സസ്ഫുൾ. ഗെറ്റ് എഹെഡ് ഓഫ് സംതിങ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മളവിടെ സക്സസ്ഫുൾ ആവുകയാണ്. അപ്പോൾ എങ്ങനെയാണ് ആലോചിക്കുന്നത്? ഗെറ്റ് എഹെഡ്. നമുക്ക് ഈ ഹെഡ് എടുക്കാം കേട്ടോ, നമ്മുടെ തലയായിട്ട് എടുക്കാം. നമുക്ക് നല്ലൊരു തല കിട്ടിയെന്ന് ആലോചിക്കുക. ജസ്റ്റ് അതിൻ്റെ മലയാളം ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഗെറ്റ് എ ഹെഡ്. നമുക്ക് ഒരു തല കിട്ടി, അതായത് നല്ലൊരു തലയാണെങ്കിൽ നമുക്ക് നല്ല ബുദ്ധിയുണ്ട്, നമ്മൾ ഭയങ്കരമായിട്ട് സക്സസ്ഫുൾ ആവും എന്നുള്ള രീതിയിൽ ഓർത്തെടുക്കുക. അപ്പോൾ ഗെറ്റ് എഹെഡ് എന്ന് പറഞ്ഞാൽ ബി സക്സസ്ഫുൾ. തെറ്റിക്കരുത്, ഇമ്പോർട്ടൻ്റ് ആണ്. ഗെറ്റ് എഹെഡ്, ബി സക്സസ്ഫുൾ. ഗെറ്റ് ത്രൂ. ത്രൂ എന്ന് പറഞ്ഞാൽ എന്താ? അതിന് ഉള്ളിൽ കൂടെ അല്ലേ, നമ്മൾ അങ്ങനെയൊക്കെയല്ലേ പറയുന്നത്. അപ്പോൾ ഗെറ്റ് ത്രൂ എന്ന് പറഞ്ഞാൽ പാസ് ആണ് കേട്ടോ. ഗെറ്റ് ത്രൂ മീൻസ് പാസ്. ഒന്നും കൂടെ ഒന്ന് എല്ലാവരും ഒന്ന് മൈൻഡിലേക്ക് കൊണ്ടുവരിക. കുറച്ച് ബുദ്ധിമുട്ടാണിത് പറഞ്ഞ് മനസ്സിലാക്കിപ്പിച്ച് എടുക്കാൻ വേണ്ടിയിട്ട്. ഒന്ന് കേൾക്കുക. ഗെറ്റ് ഓൺ എന്ന് പറഞ്ഞാൽ ഓണത്തിന് നമുക്ക് എന്തോ കിട്ടി, ഗെറ്റ് ചെയ്തു. അപ്പോൾ മേക്ക് പ്രോഗ്രസ് അല്ലെങ്കിൽ അഡ്വാൻസ് ആണ്. ഗെറ്റ് അറ്റ്, റീച്ച്. ഗെറ്റ് ഓവർ, ഓവർകം. ഗെറ്റ് അപ്പ്, റൈസ്. ഗെറ്റ് ഡൗൺ, ഡിസെൻറ്റ്. ഗെറ്റ് എഹെഡ്, ബി സക്സസ്ഫുൾ. ഗെറ്റ് ത്രൂ, പാസ്. ഓക്കെ ആണല്ലോ, റിവൈസ് ചെയ്യണം കേട്ടോ. ഓക്കെ, ഇനി 2 കൂടി ഉണ്ട്. ഓക്കെ, ഗെറ്റ് ഓഫ് എന്ന് പറഞ്ഞാൽ ലീവ് എ വെഹിക്കിൾ ആണ് കേട്ടോ. ഒരു വെഹിക്കിൾ ഉപേക്ഷിക്കുക, ഗെറ്റ് ഓഫ്. ഗെറ്റ് ഓഫ് ദി കാർ എന്നൊക്കെ നമ്മൾ പറയില്ല, ഗെറ്റ് ഓഫ്. അപ്പോൾ ലീവ് എ വെഹിക്കിൾ, അതാണ് ഗെറ്റ് ഓഫ്. ഓക്കെ, അടുത്തത് ഗെറ്റ് ടു ആണ്. അപ്പം ഇവിടെ ഞാൻ പ്രത്യേകിച്ച് കോഡ് പറയുന്നില്ല, അതെല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കണം. ഗെറ്റ് ഓഫ് എന്ന് പറഞ്ഞാൽ ലീവ് എ വെഹിക്കിൾ. ഗെറ്റ് ടു എന്ന് പറയുമ്പോൾ ടു റീച്ച് എ പെർട്ടിക്കുലർ സ്റ്റേറ്റ്. അപ്പോൾ ഇവിടെ നമുക്ക് ചെറിയൊരു കണക്ഷൻ കൊടുക്കാം കേട്ടോ. ഈ ഗെറ്റ് ടു എന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും ഈ ടു എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഈ ടു എടുക്കുന്നത് കേട്ടോ. അതായത് നമുക്ക് ഈ ടു എന്ന് പറയുമ്പോൾ നമുക്ക് ട്വിൻസിനൊക്കെ ആലോചിക്കാം, അല്ലെങ്കിൽ 2 കുട്ടികളെയൊക്കെ ആലോചിക്കാം. 2 കുട്ടികളെ കിട്ടിയെന്ന് വിചാരിക്കുക. ഓക്കെ, 2 കുട്ടികളാണ് ഇപ്പം ഡെലിവറി കഴിഞ്ഞപ്പോൾ 2 കുട്ടികളെയാണ് കിട്ടിയെന്ന് വിചാരിക്കുക. അപ്പോൾ എന്തായി, നമ്മളൊരു പ്രത്യേക മാനസികാവസ്ഥയിലായിരിക്കും അല്ലേ. ടു റീച്ച് എ പെർട്ടിക്കുലർ സ്റ്റേറ്റ് എന്നുള്ള രീതിയിൽ ആലോചിക്കുക. അപ്പം ഈ പെർട്ടിക്കുലർ സ്റ്റേറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഭയങ്കരമായിട്ട് ടെൻഷൻ ആവുക, അല്ലെങ്കിൽ എനോയ്, ദേഷ്യം വരിക, ആ ഒരു മീനിങ് ആണ് ഇവിടെ പറയുന്നത് കേട്ടോ. അപ്പോൾ ഗെറ്റ് ടു എന്ന് പറഞ്ഞാൽ 2 എണ്ണത്തിനെ കിട്ടി. ഓക്കെ, അപ്പോൾ നമ്മൾ ആകെ ഒരു പ്രത്യേക മാനസികാവസ്ഥയിലായിട്ട് റീച്ച് എ പെർട്ടിക്കുലർ സ്റ്റേറ്റ് എന്നുള്ള രീതിയിൽ ഓർത്ത് വെച്ചേക്കുക. കിട്ടിയല്ലോ, റിവൈസ് ചെയ്യണേ. അപ്പോൾ നമ്മൾ ഗെറ്റ് പഠിച്ചു. ഓക്കെ, ഇനി നമുക്ക് അടുത്ത് നോക്കാം. നെക്സ്റ്റ് വൺ മേക്ക് ആണ്. എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. താങ്ക് യു സോ മച്ച്. അടുത്തത് മേക്ക് ആണ്. അപ്പോൾ മേക്ക് എന്ന് പറയുമ്പോൾ അതിൻ്റെ പാസ്റ്റ് ടെൻസ് ആയിട്ടുള്ള മെയ്ഡും കൂടെ ആലോചിക്കുക കേട്ടോ. മേക്കിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് മെയ്ഡ്. അപ്പോൾ മേക്ക് ഫോർ നമുക്ക് നോക്കാം. മേക്ക് ഫോർ എന്ന് പറഞ്ഞാൽ റഷ് ടുവേർഡ്സ് ആണ്. ഓക്കെ, എവിടേക്കെങ്കിലൊക്കെ റഷ് ചെയ്ത് പോവുക, സ്പീഡിൽ പോവുക, റഷ് ചെയ്യുക, അതിനെയാണ് നമ്മൾ മേക്ക് ഫോർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ മേക്ക് ഫോർ എന്ന് പറയുമ്പോൾ ഞാനിവിടെ മെയ്ഡ് ഫോർ ആണ് ആലോചിക്കുന്നത് കേട്ടോ. നമ്മൾ ഈ മെയ്ഡ് ഫോർ ഈച്ച് അതർ എന്നൊക്കെ പറയുമ്പോൾ മെയ്ഡ് ഫോർ അല്ലേ. മെയ്ഡ് ഫോർ എന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു നമ്മൾ അവിടേക്ക് റഷ് ചെയ്ത് പോകും എന്നുള്ള രീതിയിൽ ആലോചിക്കുക. മെയ്ഡ് ഫോർ നമുക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരാളാണെങ്കിൽ നമ്മൾ അങ്ങോട്ട് റഷ് ചെയ്ത് പോകും എന്നുള്ള രീതിയിൽ ഓർത്ത് വയ്ക്കുക. അപ്പോൾ മേക്ക് ഫോർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് റഷ് ടുവേർഡ്സ്. അടുത്തത് മേക്ക് ഓവർ ആണ്. മേക്ക് ഓവർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, എന്താ, ട്രാൻസ്ഫോം ചെയ്യുക അല്ലേ. ടു ചേഞ്ച്, മൊത്തത്തിൽ അങ്ങ് മാറ്റിയെടുക്കുക. മേക്ക് ഓവറൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ടാവും, ഒരുപാട് യൂട്യൂബ് വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ട്. മൊത്തത്തിലൊരു മാറ്റം, അല്ലെങ്കിൽ ഓവറായിട്ട് മേക്കപ്പ് ചെയ്യുക, അപ്പോൾ തന്നെ നമ്മൾ മാറുമല്ലോ. ട്രാൻസ്ഫോം ചെയ്യും അല്ലെങ്കിൽ ചേഞ്ച് ചെയ്യാമെന്ന് ആലോചിക്കുക. അടുത്ത മേക്കപ്പ് ആണ്. മേക്കപ്പ് എന്ന് പറയുന്നത് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്, നമ്മൾ ഈ കുക്കപ്പ് സ്റ്റോറീസ് എന്നൊക്കെ പറയില്ലേ, നമ്മൾ കഥകളൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുക, ആ ഒരു മീനിങ് ആണ് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നത്. ഫ്രേസൽ വെർബിൽ നമുക്ക് ഒരുപാട് മീനിങ്സുകളൊക്കെ ഉണ്ട്. അപ്പം നമ്മുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ കൂടുതലും ചോദിക്കുന്നത് ഇതാണ് കേട്ടോ. മേക്കപ്പ് എന്ന് പറഞ്ഞാൽ ഇൻവെൻറ്റ്, അതായത് സ്റ്റോറി ഉണ്ടാക്കുക, ആ ഒരു മീനിങ് ആണ്. നെക്സ്റ്റ് വൺ മേക്കപ്പ് ഫോർ. മേക്കപ്പ് ഫോർ എന്ന് പറഞ്ഞാൽ കോമ്പൻസേറ്റ് ഫോർ ആണ് കേട്ടോ. കോമ്പൻസേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ ആലോചിക്കുന്നത്? മേക്കപ്പ് ഫോർ എന്ന് പറയുമ്പോൾ നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ ഓർത്തോളൂ. ഫോർ എന്ന് പറയുമ്പോൾ നമ്മൾ വീണ്ടും നമ്മുടെ ഈ ഫോർ ആണ് കേട്ടോ ആലോചിക്കുന്നത്, ഫോർ. അപ്പോൾ മേക്കപ്പ് ചെയ്യാൻ 4 പേര് വന്നു എന്ന് വിചാരിക്കുക. ഓക്കെ, നമ്മളെ മേക്കപ്പ് ചെയ്യാൻ 4 പേര് വന്നു. അപ്പോൾ എങ്ങനെയായിരിക്കും? മിക്കവാറും അത് കോളായിട്ടുണ്ടാവും അല്ലേ. 4 പേരും കൂടെ ഒരാളെ മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് മിക്കവാറും കോളാവും. അപ്പോൾ എന്ത് പറ്റും? അവർ നമുക്കൊരു കോമ്പൻസേഷൻ തന്നു. ആകെ കോളായി കഴിഞ്ഞാൽ നമുക്കൊരു കോമ്പൻസേഷൻ തന്നു എന്നുള്ള രീതിയിൽ ആലോചിക്കാമല്ലോ അല്ലേ. അപ്പോൾ മേക്കപ്പ് ഫോർ എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് കോമ്പൻസേറ്റ് ഫോർ, കോമ്പൻസേറ്റ് ചെയ്യുക എന്നുള്ളൊരു മീനിങ് ആണ്.
അപ്പോൾ ഇത് രണ്ടും മാറിപ്പോരുതേ. ഈ മേക്ക് ഫോറും ഉണ്ട്, ഈ മേക്കപ്പ് ഫോറും ഉണ്ട്. ഈ മേക്ക് ഫോർ എന്ന് പറയുമ്പോൾ മെയ്ഡ് ഫോർ ഈച്ച് അതർ, അപ്പോൾ റഷ് ചെയ്യും എന്നുള്ള രീതിയിൽ ആലോചിക്കുക. ഇത് മേക്കപ്പ് ഫോർ ആണ്, മേക്കപ്പ് ചെയ്തു 4 പേര്, അപ്പോഴാണ് കോമ്പൻസേറ്റ് ഫോർ. കിട്ടുന്നുണ്ടോ? ഒന്നും കൂടെ റിവൈസ് ചെയ്യാം കേട്ടോ, അപ്പോൾ കിട്ടിക്കോളും. ഇനി അടുത്തത് മേക്ക് ഓഫ്. ഓക്കെ, മേക്ക് ഓഫ് എന്ന് പറഞ്ഞാൽ എസ്കേപ്പ് ചെയ്യുക എന്നുള്ളൊരു മീനിങ്ങാണ്. മേക്ക് ഓഫ് എന്ന് പറഞ്ഞാൽ എസ്കേപ്പ് ചെയ്യുക. അപ്പോൾ നമ്മൾ മേക്കപ്പ് ഒക്കെ ചെയ്തിട്ട് നമ്മൾ ആകെ അങ്ങ് ഓഫാക്കി എന്ന് വിചാരിക്കുക കേട്ടോ. മേക്കപ്പ് ഒക്കെ ചെയ്ത് നമ്മളാകെ ഓഫാക്കി, നമ്മളാകെ ഇങ്ങനെ ഡള്ളാക്കി എന്നൊക്കെ വിചാരിക്കുക. എന്നിട്ട് എന്ത് ചെയ്യും? അവരവിടെ നിന്ന് എസ്കേപ്പ് ചെയ്ത് പോവും കേട്ടോ. മേക്കപ്പ് ചെയ്യാൻ വന്നിട്ടുള്ള ആൾക്കാർ അവിടെ നിന്ന് എസ്കേപ്പ് ചെയ്ത് പോകും എന്നുള്ള രീതിയിൽ ഓർത്ത് വെച്ചേക്കുക. അപ്പം മേക്ക് ഓഫ് എന്ന് പറഞ്ഞാൽ എന്താ? എസ്കേപ്പ് ആണ് കേട്ടോ. മേക്ക് ഓഫ്, എസ്കേപ്പ്. ഇനി മേക്ക് ഔട്ട്. മേക്ക് ഔട്ട് എന്ന് പറഞ്ഞാൽ അണ്ടർസ്റ്റാൻഡ്. ചില ആൾക്കാർ ഈ മേക്കപ്പ് ഒക്കെ ചെയ്ത് പുറത്ത് പോയാലായിരിക്കും നമുക്ക് അവരെ മനസ്സിലാവുന്നത് അല്ലേ. വീട്ടിലിരിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ അവർക്ക് വീട്ടിൽ വെച്ച് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് അവരെ മനസ്സിലാവില്ല. അപ്പോൾ മേക്കപ്പ് ഒക്കെ ചെയ്ത് അവർ പുറത്ത് പോയാലായിരിക്കും, ഔട്ടിൽ പോയാലായിരിക്കും നമുക്ക് അവരെ കണ്ടാൽ മനസ്സിലാവുന്നത്. അണ്ടർസ്റ്റാൻഡ് ആണ് കേട്ടോ മേക്ക് ഔട്ട്, അണ്ടർസ്റ്റാൻഡ്. ഓക്കെ, അപ്പോൾ മേക്ക് ഫോർ, മേഡ് ഫോർ, റഷ് ടുവേർഡ്സ്. മേക്ക് ഓവർ, ഓവറായിട്ട് മേക്കപ്പ് ചെയ്തു. ട്രാൻസ്ഫോം, മേക്കപ്പ്, സ്റ്റോറി. മേക്കപ്പ് ഫോർ, 4 പേര് കൂടി മേക്കപ്പ് ചെയ്തു, ആകെ കോളമായി, കോമ്പൻസേഷൻ കൊടുക്കേണ്ടി വന്നു, കോമ്പൻസേറ്റ് ഫോർ. മേക്ക് ഓഫ് എന്ന് പറഞ്ഞാൽ മേക്കപ്പ് ചെയ്തിട്ട് നമ്മളെയൊക്കെ ഓഫാക്കി, എന്നിട്ട് അവരവിടെ നിന്ന് എസ്കേപ്പ് ചെയ്തു. മേക്ക് ഔട്ട് എന്ന് പറഞ്ഞാൽ അണ്ടർസ്റ്റാൻഡ് ആണ്. നമുക്ക് പുറത്ത് പോയാലേ ചില ആൾക്കാരെ മേക്കപ്പ് ഒക്കെ ചെയ്ത് പുറത്ത് പോയാലേ നമുക്ക് മനസ്സിലാവുള്ളൂ. അണ്ടർസ്റ്റാൻഡ്. ഓക്കെ, കിട്ടിയല്ലോ? ഓക്കെ, കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാം. വേഗം കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. ഹി ടുക്ക് ഹിസ് കോട്ട് ആൻഡ് ഡാഷ് ദി ഡോർ. ഹി ടുക്ക് ഹിസ് കോട്ട് ആൻഡ് ഡാഷ് ദി ഡോർ. പുതിയ കുറേ ആൾക്കാരെ കാണുന്നുണ്ട്. എല്ലാവർക്കും ഈ ഒരു സെഷനിലേക്ക് സ്വാഗതം. പറഞ്ഞോളൂ. ഹി ടുക്ക് ഹിസ് കോട്ട് ആൻഡ് ഡാഷ് ദി ഡോർ. മെയ്ഡ് ഫോർ ആണോ, മെയ്ഡ് ഔട്ട് ആണോ, മെയ്ഡ് അപ്പ് ആണോ? അപ്പം മേക്കിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് മെയ്ഡ്. മെയ്ഡ് വെച്ചിട്ടും ഇത് വരാം കേട്ടോ. ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞേ. അവൻ കോട്ട് വേഗം എടുത്തിട്ട് ഡോറിൻ്റെ അവിടേക്ക് എന്ത് പറ്റി? ഒന്നുകൂടെ കാണിച്ചു തരണോ? എന്തായിരിക്കും? ഡോറിൻ്റെ അവിടേക്ക് റഷ് ചെയ്തു അല്ലേ, വേഗം ഓടി, ഡോറിൻ്റെ അവിടേക്ക് ഓടിപ്പോയി. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ മേക്ക് ഫോർ ആണ്, മേക്ക് ഫോർ ആണ്, അല്ലെങ്കിൽ മെയ്ഡ് ഫോർ ഈച്ച് അതർ അല്ലേ? യെസ്. അപ്പോൾ മെയ്ഡ് ഫോർ ആണ് ഇവിടുത്തെ ആൻസർ കേട്ടോ. ഹി ടുക്ക് ഹിസ് കോട്ട് ആൻഡ് മെയ്ഡ് ഫോർ ദി ഡോർ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. മേക്ക് ഔട്ട് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുക. മെയ്ഡ് ഔട്ട്, മെയ്ഡ് ഔട്ട്. അണ്ടർസ്റ്റാൻഡ്. നെക്സ്റ്റ് വൺ. വെരി ഗുഡ്, വെരി ഗുഡ്. കമൻസ് ഇപ്പോഴാണ് ഞാൻ കാണുന്നത് കേട്ടോ. നെക്സ്റ്റ് വൺ. ഹി വാസ് ഈഗർ ടു ഡാഷ് ദി ടൈം ഹി വാസ് ആബ്സെൻറ്റ്. പറഞ്ഞോളൂ. ഹി വാസ് ഈഗർ ടു ഡാഷ് ദി ടൈം ഹി വാസ് ആബ്സെൻറ്റ്. മേക്കപ്പ് ഫോർ ആണോ, മെയ്ഡ് ഫോർ ആണോ, മെയ്ഡ് ഔട്ട് ആണോ, മെയ്ഡ് അപ്പ് ആണോ? ഒന്ന് പറഞ്ഞേ. ഹി വാസ് ഈഗർ ടു ഡാഷ് ദി ടൈം ഹി വാസ് ആബ്സെൻറ്റ്. അവൻ ആബ്സെൻ്റ് ആയിരുന്നു. അപ്പോൾ അവനത് എന്ത് ചെയ്യാൻ പറ്റി? എന്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും? മേക്കപ്പ് ഫോർ എന്ന് പറയുമ്പോൾ ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവന്നാൽ 4 പേര് കൂടിയിട്ട് അങ്ങ് മേക്കപ്പ് ചെയ്തു അല്ലേ. അപ്പോൾ കോമ്പൻസേഷൻ കൊടുക്കേണ്ടി വരും. അപ്പോൾ കോമ്പൻസേറ്റ് ചെയ്യുക അല്ലേ, കോമ്പൻസേറ്റ് ചെയ്യുക. ഹി വാസ് ഈഗർ ടു മേക്കപ്പ് ഫോർ, വെരി ഗുഡ്, ദി ടൈം ഹി വാസ് ആബ്സെൻറ്റ്. കിട്ടുന്നുണ്ടല്ലോ. മെയ്ഡ് ഫോർ എന്തായിരുന്നു? മെയ്ഡ് ഫോർ ഈച്ച് അതർ, റഷാണ് അവിടെ കേട്ടോ. മേക്ക് ഔട്ട് അല്ലെങ്കിൽ മെയ്ഡ് ഔട്ട് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുക, അണ്ടർസ്റ്റാൻഡ് ആണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും കിട്ടുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. കിട്ടിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഒരു പ്രാവശ്യം കൂടെ അത് വായിച്ച് മനസ്സിലാക്കി കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും കേട്ടോ. അടുത്ത് നോക്കാം. നെക്സ്റ്റ് വൺ. വെരി ഗുഡ്, വെരി ഗുഡ്. എല്ലാവരും കമൻറ്റ് ചെയ്യുന്നുണ്ട്. വെരി ഗുഡ്. നെക്സ്റ്റ് വൺ. ഐ കുഡിൻ ഡാഷ് വാട്ട് ദേ വർ സെയിങ്. ഇതിനൊന്ന് ഉത്തരം പറഞ്ഞേ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്, ചോദിച്ചിട്ടുള്ളതാണ്. ഐ കുഡിൻ ഡാഷ് വാട്ട് ദേ വർ സെയിങ്. അവരെന്താ പറയണേന്ന് എനിക്ക് ഡാഷ്. എന്താ സംഭവം? I couldn't dash what they were saying. No, കുഴപ്പമില്ല. എന്തിനാ കുഴപ്പമില്ല? I couldn't dash what they were saying. എന്താ? വെരി ഗുഡ്. ഔട്ട് അല്ലേ. മേക്ക് ഔട്ട്, മേക്കപ്പ് ഒക്കെ ചെയ്ത് ഔട്ടിൽ പുറത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് അവരെ മനസ്സിലാവുള്ളൂ. അപ്പോൾ അണ്ടർസ്റ്റാൻഡ്. ഓക്കെ, സോ ഐ കുഡിൻ അണ്ടർസ്റ്റാൻഡ് വാട്ട് ദേ വർ സെയിങ്, അല്ലെങ്കിൽ ഐ കുഡിൻ മേക്ക് ഔട്ട് അല്ലെങ്കിൽ മെയ്ഡ് ഔട്ട് വാട്ട് ദേ വർ സെയിങ്. വെരി ഗുഡ്, വെരി ഗുഡ്. മെയ്ഡ് ഔട്ട്. കിട്ടുന്നുണ്ടല്ലോ. വെരി ഗുഡ്. യെസ്. അടുത്തത് പാസ് അവേ. അപ്പോൾ നമ്മൾ മേക്ക് വെച്ചിട്ടുള്ളതും പഠിച്ചു കേട്ടോ. ഇത് റിവൈസ് ചെയ്യണം, നല്ല രീതിയിൽ റിവൈസ് ചെയ്യണം. റിവിഷനാണ് ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാർട്ട്. അപ്പോൾ ഞാനിപ്പോൾ ചെറിയ കണക്ഷൻസ് ഒക്കെ വെച്ചിട്ട് നിങ്ങളുടെ തലയിലേക്ക് ചെറുതായിട്ടൊക്കെ ഒന്ന് കയറ്റാൻ ശ്രമിക്കുകയാണ്. അതിനൊരു പെർഫെക്ഷൻ വരണമെങ്കിൽ നിങ്ങളിത് റിവൈസ് ചെയ്യണം.
ഓക്കെ അല്ലേ? അപ്പോൾ റിവൈസ് ചെയ്യാം കേട്ടോ. 2 ദിവസം കഴിഞ്ഞിട്ട് ഇന്നൊരു പ്രാവശ്യം നോക്കുക, അത് കഴിഞ്ഞിട്ട് ഒരു 3 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും ഒന്നും കൂടെ നോക്കുക കേട്ടോ. ഓക്കെ ഓക്കെ നെക്സ്റ്റ് വൺ. ഇപ്പോൾ എവിടെ വരെ നമ്മൾ എത്തിയത്? മേക്കപ്പ് ഒക്കെ തീർന്നു, മേക്കിൻ്റെ ഒക്കെ തീർന്നു. നെക്സ്റ്റ് വൺ പാസ് എവേ. പാസ് എവേ എന്ന് പറഞ്ഞാൽ ഡൈ. ഇതിന് പ്രത്യേകിച്ച് കോടേണ്ട ആവശ്യമില്ലല്ലോ. ഇവിടെ എന്തായിരുന്നു? മേക്ക് ഔട്ട്. ഐ കുഡിൻറ്റ് മേക്ക്. ശരിയാ മേക്ക് ഔട്ടാണ് കേട്ടോ, കറക്റ്റാണ്. പാസ്റ്റ് ടെൻസ് അല്ലേ? കറക്റ്റാണ്. നെക്സ്റ്റ് വൺ പാസ് എവേ ഡൈ ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? ഹി പാസ്ഡ് എവേ, മരിച്ചു. ഡൈ ആണ് അവിടെ വരുന്നത്. പാസ് ബൈ എന്ന് പറയുമ്പോൾ വാട്ട് ഇസ് മീൻ? പാസ് ബൈ എന്ന് പറഞ്ഞാൽ പേ നോ അറ്റൻഷൻ ആണ്. അതായത് അതിന് വലിയൊരു വില കൊടുക്കാണ്ട് ആ ഒരു മീനിങ് ആണ് വരുന്നത്. പാസ് ബൈ എന്ന് പറഞ്ഞാൽ പേ നോ അറ്റൻഷൻ ടു. ഓക്കെ, എങ്ങനെയാണ് ആലോചിക്കുന്നത്? ഇപ്പോൾ നമ്മൾ റോട്ടിൽ കൂടെ ഒക്കെ നടക്കാമെന്ന് വിചാരിച്ചോ. റോട്ടിൽ കൂടെ ഒക്കെ നടക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു വണ്ടി നമ്മളിങ്ങനെ നമ്മുടെ സൈഡിൽ കൂടെ ഒക്കെ ഇങ്ങനെ പാസ് ചെയ്ത് പോയി എന്ന് വിചാരിക്കുക കേട്ടോ. പാസ് ചെയ്ത് പോവാണ്. എന്നിട്ട് അതിനകത്തുള്ള ഒരാൾ നമ്മുടെ അടുത്ത് ബൈ പറഞ്ഞു എന്ന് വിചാരിച്ചോ. അപ്പോൾ നമ്മളത് നോക്കാൻ പാടില്ല. നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അത് ശ്രദ്ധിക്കാണ്ട് അങ്ങ് പോകണം. പേ നോ അറ്റൻഷൻ. കാരണം റോഡല്ലേ, എന്തെങ്കിലുമൊക്കെ ആക്സിഡൻറ്റ്സ് വരും അവിടെ ഇവിടെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ. അപ്പോൾ ഒന്ന് ആലോചിക്കുക, പാസ് ബൈ. ഓക്കെ, നമ്മുടെ അടുത്തുകൂടെ ഒരു വണ്ടി പാസ് ചെയ്തു, ആരെങ്കിലുമൊക്കെ ബൈ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് ശ്രദ്ധിക്കരുത്. പേ നോ അറ്റൻഷൻ ടു. കിട്ടിയെന്ന് വിശ്വസിക്കുകയാണ്. അടുത്തത് പാസ് ഔട്ട് ആണ്. പാസ് ഔട്ട്. പാസ് ഔട്ട് എന്ന് പറഞ്ഞാൽ ഫെയിൻ്റ് ആണ്. അതായത് അൺകോൺഷ്യസ് ആവുക, ഫെയിൻറ്റ് ചെയ്യുക, ആ ഒരു മീനിങ് ആണ് വരുന്നത് അല്ലേ? തലകറങ്ങി വീഴുക, ആ ഒരു മീനിങ് ആണ് പാസ് ഔട്ട്. അപ്പോൾ അതിന് നമുക്ക് ചെറിയൊരു കണക്ഷൻ കൊടുക്കാം. നമ്മളിപ്പോൾ പാസ്സാവുന്നത് നമുക്ക് 100% ഉറപ്പാണെന്ന് വിചാരിച്ചോ. പെട്ടെന്ന് നമ്മൾ ഔട്ടെന്ന് പറഞ്ഞാൽ ഫെയിലായെന്ന് വിചാരിക്കുക കേട്ടോ. അതായത് നമ്മൾ പാസ്സാവും നമുക്ക് 100% ഉറപ്പാണ്, പക്ഷെ പെട്ടെന്ന് നമ്മൾ ഫെയിലായെന്ന് വിചാരിക്കുക, ഔട്ടായെന്ന് വിചാരിക്കുക. അപ്പോൾ എന്തായിരിക്കും? അപ്പോൾ അവിടെ തലകറങ്ങി വീഴും അല്ലേ? ഫെയിൻറ്റ്. ഓക്കെ, കണക്ട് ചെയ്യാലോ. അപ്പോൾ പാസ് ഔട്ട് എന്ന് പറഞ്ഞാൽ ഫെയിൻറ്റ് ആണ്. പാസ് ഔട്ട് ഇറ്റ് മീൻസ് ഫെയിൻറ്റ്. നെക്സ്റ്റ് വൺ പാസ് ഫോർ. പാസ് ഫോർ എന്ന് പറയുമ്പോൾ അക്സെപ്റ്റഡ് ബൈ സം വൺ ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്. പാസ് ഫോർ എന്ന് പറഞ്ഞാൽ അക്സെപ്റ്റഡ് ബൈ സം വൺ. അപ്പം നമ്മൾ ആരെങ്കിലുമൊക്കെ അംഗീകരിക്കുക കേട്ടോ. അത് നമ്മളെങ്ങനെയാണ് ആലോചിക്കുന്നത്? പാസ് ഫോർ എന്ന് പറയുമ്പോൾ നമ്മുടെ എപ്പോഴും എടുക്കുന്ന പോലെ തന്നെ E4 ആണ് നമ്മൾ എടുക്കുന്നത്. നമ്മളിപ്പോൾ PSCയുടെ കേസ് തന്നെ ഞാൻ എടുക്കാം. നിങ്ങൾക്കൊരു 4 പോസ്റ്റിൽ നിങ്ങൾ പാസ്സായി എന്ന് വിചാരിക്കുക. ഓക്കെ, PSC നിങ്ങൾ പാസ്സായി, ഒരു 4 പോസ്റ്റിൽ നിങ്ങൾ പാസ്സായി എന്ന് വിചാരിക്കുക. അപ്പോൾ എന്ത് പറ്റും? എല്ലാവരും നിങ്ങളങ്ങ് അക്സെപ്റ്റ് ചെയ്യും അല്ലേ? അക്സെപ്റ്റഡ് ബൈ സമ്മൺ. എല്ലാവരും നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യും. ഇപ്പോൾ ഒരെണ്ണൊക്കെ ആണെങ്കിൽ നമ്മൾ പറയും ഇങ്ങനെ ലക്കനൊക്കെ ചിലപ്പോൾ കിട്ടിയതായിരിക്കും എന്നൊക്കെ പറയും. പക്ഷെ 4 എണ്ണത്തിനും കൂടെ നിങ്ങൾ പാസ്സാവുകയാണെങ്കിൽ യു വിൽ ബി അക്സെപ്റ്റഡ് ബൈ സമ്മൺ. ആലോചിക്കാമല്ലോ. അപ്പോൾ ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ളത്. പാസ് എവേ എന്ന് പറഞ്ഞാൽ ഡൈ ആണ്. അതുപോലെ തന്നെ പാസ് ബൈ എന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്തുകൂടെ പാസ് ചെയ്ത് ബൈ ഒക്കെ പറഞ്ഞു പോകുമ്പോൾ പേ നോ അറ്റൻഷൻ ടു. പാസ് ഔട്ട്, പാസ് ആവുന്ന ഉറപ്പായിരുന്നു പക്ഷെ ഔട്ടായിപ്പോയി, ഫെയിലായി, അവിടെ തലകറങ്ങി വീണു, ഫെയിൻറ്റ്. പാസ് ഫോർ യു വിൽ ബി അക്സെപ്റ്റഡ് ബൈ സംവൺ. ഓക്കെ. അപ്പോൾ ഇത്രയും നേരം സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക് യു. മറക്കണ്ട, റിവിഷൻ നിർബന്ധമായിട്ടും ചെയ്യുക. ഇന്ന് ഒരു പ്രാവശ്യം ജസ്റ്റ് ഒന്ന് വായിച്ചു വിടുക. അത് കഴിഞ്ഞിട്ട് ഒരു 3-4 ദിവസം കഴിയുമ്പോൾ വീണ്ടും ഇത് തന്നെ ഒന്നും കൂടെ നോക്കുക കേട്ടോ. അപ്പോൾ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക് യു ഓൾ. ബൈ.